പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗപരിത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ആനന്ദവല്ലി സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കേൾവിക്കാർക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ആനന്ദവല്ലി സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോട് സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്ന പ്രദേശത്തു നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. വീട്ടിലെ ഭർത്താവും 2 മക്കളും 5 കൊച്ചുമക്കളും ഉണ്ട്. സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ളതായ ദൈവീയ ഇടപെടലുകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. അരോമ ടിവിയുടെ ഡാനിയൽ പാസ്റ്റർക്കും കുടുംബത്തിനും അതിന്റെ വ്യൂവേഴ്സിനും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ജീവിത സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എൻ്റെ ബാല്യകാലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല്, ബാല്യകാലത്തിൽ എനിക്ക് നല്ല ഓർമ്മകളൊന്നും അറിയാനില്ല. ഒന്ന് മാത്രം അറിയാം, ഞാനൊരു വാശിക്കാരിയായിരുന്നു എന്ന് മാത്രം അറിയാം. അതാണ് ഉള്ളത്. പിന്നെ ഒരു പിടിവാശി എന്ന് പറഞ്ഞാൽ അതൊരു ശകലം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് എല്ലാവർക്കും വലിയ താല്പര്യമൊക്കെ ആയിരുന്നു. ഇത്തിരി കുസൃതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. ചെറുപ്പത്തിലെ തന്നെ എൻ്റെ പപ്പ മരിച്ചു. പിന്നെ അമ്മയായിരുന്നു. അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് 8 സഹോദരങ്ങളുണ്ട്. 7 സഹോദരങ്ങളുണ്ടായിരുന്നു. ഞാൻ 8 മക്കളായിരുന്നു. അപ്പൊ ഇതിലെ 7ാമത്തേതായിരുന്നു ഞാന്. അപ്പം പഠിക്കാനൊക്കെ ഇത്തിരി നല്ല കഴിവുള്ളായിരുന്നത് കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമാണ് ഇത്തിരി കൂടുതൽ പഠിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു 9ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്രേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അച്ഛൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അമ്മ കൂലിപ്പണി ചെയ്തൊക്കെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം മൂത്ത സഹോദരങ്ങളൊക്കെ സഹോദരിമാരെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ വിട്ടു. പിന്നീടായപ്പോഴത്തേനും അമ്മയും ഞാനും ഒറ്റയ്ക്കായി. ആങ്ങളമാര് ഉണ്ടെങ്കിലും അവര് പല വഴിക്കൂടിയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം അമ്മയും ഞാനും ഒറ്റയ്ക്കായിരുന്നു കുറച്ചു കാലത്തോളം. അപ്പം ഒരു 9ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു. 10ാം ക്ലാസ്സിൽ പോകണമെന്നുണ്ടായിരുന്നു. ഒരു കുറച്ച് നാളൊക്കെ പോയി. പിന്നെ അമ്മയ്ക്ക് പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പഠിത്തമൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ വീട്ടിൽ ചെറിയ പണിയൊക്കെ ചെയ്ത് വീട്ടിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അതാണ് ബാല്യകാലത്തെ പറ്റി പറയാനുള്ളത്. പിന്നീട് വിവാഹം കഴിച്ച് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ വീട്ടുകാർക്കൊന്നും അത് ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ല. അപ്പം പോയെന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുമില്ലാത്ത ഒരു അവസ്ഥയില് ആങ്ങളമാരുണ്ടെങ്കിലും മൂത്ത ആങ്ങളമാര് 2 പേര് നല്ല മദ്യപാനികളായിരുന്നു. അപ്പം അവര് മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും അടി ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് പല ദിവസങ്ങളിലും ഞങ്ങള് പറമ്പിൽ കൂടെയൊക്കെ പോയിരിക്കും, അല്ലെങ്കിൽ വീടിന്റെ മൂലയിലൊക്കെ കയറി ഒളിച്ചിരിക്കും. അതൊക്കെയാണ് അവസ്ഥ. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് കല്യാണം കഴിച്ചു പോയി. ആ കല്യാണത്തോട് വീട്ടുകാർക്കൊന്നും ഉൾക്കൊള്ളാനും അവർക്ക് താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ വാശിപ്പുറത്ത് ഞാൻ പോയി. അങ്ങനെയാണ് ജീവിതം തുടങ്ങുന്നത്. അപ്പം ആദ്യകാലത്തൊന്നും അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആ പക്വത കുറവ് കൊണ്ട് വിളിച്ചോണ്ട് പോയ കക്ഷി ഒരു 3 മാസത്തെ കാലാവധി എനിക്ക് തന്നു. തിരിച്ചു പോണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന്. അതുവരെ ഞാനും എൻ്റെ ആങ്ങളെയും ഒരു വീട്ടിൽ താമസിക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ഇതൊക്കെ കൊണ്ടുതരും. അങ്ങനെ പറഞ്ഞു. പിന്നെ 3 മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്തു. അങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെ പോകുന്ന സമയത്തും പുള്ളിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ നേരെ മൂത്ത ആങ്ങള, അവനിപ്പോ ഇല്ല, മരിച്ചു പോയി കഴിഞ്ഞ വർഷം. അപ്പം അവനിങ്ങനെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ
പലതായിട്ട് അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഉപദ്രവിച്ചു വന്നപ്പം പുള്ളി വലിയ ക്ഷമയുള്ള മനുഷ്യനാണെങ്കിലും പുള്ളിക്കൊരു പ്രതികാര മനോഭാവം എന്നോട് തോന്നി. അങ്ങനെ മൂത്ത കൊച്ചു വയറ്റിലായി 8 മാസമായപ്പം എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ പോകുവാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാം. പുള്ളിയുടെ നാട് തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി 12 വയസ്സായപ്പം വീട്ടിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ ഓരോ വീടുകളിലും ഒക്കെ സ്ഥലത്തൊക്കെ നിന്ന് പണിയൊക്കെ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കാണുന്ന സമയത്ത് എന്റെ മൂത്ത സിസ്റ്ററുടെ വീട്ടിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. അപ്പം എന്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ചേച്ചിയുടെ ഭർത്താവാണ് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അന്നേരം വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവര് സമ്മതിക്കാതെയൊക്കെ ഇരുന്നതാണ്. അങ്ങനെ നിവർത്തി കെട്ടാണ് പിന്നെ ആ കല്യാണത്തിന് ആർക്കും സമ്മതമില്ലെങ്കിലും ഞാൻ ഇറങ്ങി പോകുന്ന കണ്ട ഒരു നിമിഷത്തിലാണ് അങ്ങനെ അങ്ങ് പോയി. അപ്പം കല്യാണമൊക്കെ കഴിച്ച് രജിസ്റ്റർ ഒക്കെ കഴിച്ചു. രജിസ്റ്റർ കഴിച്ചു കഴിഞ്ഞപ്പം ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് അവര് വിറ്റു. ചേച്ചിയുടെ തന്നെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട് വിറ്റ് കഴിഞ്ഞപ്പം പിന്നെ അത് വാടകയ്ക്കായി. പിന്നെ ആ വാടകക്കാർ ആ വീട് തിരിച്ചു മേടിച്ചു. പിന്നെ അങ്ങനെ പല വീട്ടുകളുടെയും മാറി മാറി ഞങ്ങൾ താമസിച്ചതിന് ശേഷം അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് വീതം തരണം, ഞങ്ങൾക്ക് വീട് വെച്ച് കിടക്കാന്ന് പറഞ്ഞപ്പോ വീതം തരികയല്ലെന്നായി. അപ്പൊ അങ്ങനെ വന്നപ്പം പറഞ്ഞു ബലമായിട്ട് തറവാട്ടിൽ ചെന്ന് താമസിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പം അപ്പൊ മൂത്ത ആങ്ങളെയും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്ന വീട് ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നിട്ട് അവര് തറവാട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കൊച്ചായി കഴിഞ്ഞപ്പം 8 മാസമായപ്പം അമ്മയെ വിളിച്ചിട്ട് വരാം, ആശുപത്രി പോണെങ്കിലും ആരുടെങ്കിലും സഹായം വേണമല്ലോ എന്നുള്ള ഒരവസ്ഥയില് എന്നെ അവിടെ തനിച്ചാക്കി പോയി. അപ്പം പോയി കഴിഞ്ഞപ്പം പുള്ളിക്ക് വീട്ടുകാർ ചെയ്ത് പക വെച്ചോണ്ടാണ് എന്നോട് അങ്ങനെ ചെയ്തത്. അപ്പം പോയി കഴിഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊന്നുമില്ല. മഴ പെയ്ത ചോർന്നൊലിക്കുന്ന ഒരു വീട്, ഒരു കുറച്ചരി, ഒരു ചെറിയൊരു കഷ്ണം തിരി. അപ്പം അങ്ങനെ ഒരു അവസ്ഥ. അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ്, കറണ്ട് ഒന്നുമില്ല. അപ്പം അങ്ങനെയാ ജീവിക്കുന്നത്. അപ്പം അത്രയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ആള് 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായി. അപ്പം അങ്ങനെയായി കഴിഞ്ഞപ്പം വീട്ടുകാരും വീട്ടിൽ കയറ്റുവോ എന്നോട് മിണ്ടുവോ ഒന്നുമില്ല. അങ്ങനെ നടന്ന് ഒരു ദിവസം ഞാനിങ്ങനെ അപ്പം അന്നൊന്നും എനിക്ക് ദൈവത്തെ അറിയത്തില്ലല്ലോ. ഞങ്ങള് ഹൈന്ദവരായിട്ടാണ് ജനിച്ചത്. അപ്പം ആ ആചാരത്തിലുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെയൊക്കെ പോയി നടന്നു നോക്കിയിട്ട് പുള്ളിയുടെ വീടൊന്നും എനിക്ക് അറിയത്തില്ല, തിരുവനന്തപുരത്താണെന്ന് മാത്രം അറിയാം. അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് 2 ചേട്ടന്മാർ ഇടുക്കിയിലുണ്ടായിരുന്നത് കൊണ്ട് അവര് വീട്ടിൽ പോകുന്നിടം വരെ അവരും വരുമായിരുന്നു. ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവരും പോയി ഇവിടുന്ന്. പിന്നെ ഇവിടാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയായി കഴിഞ്ഞപ്പോഴത്തേനും എന്റെ നേരെ മൂത്ത ചേച്ചി, ആ ചേച്ചി ഞാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പം ഇങ്ങനെ എന്നെ വഴിക്ക് വെച്ച് കണ്ടു. എന്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം അവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവക്കും ഒരു കൊച്ചുമൊക്കെ ഉണ്ട്. ഭർത്താവ് ഒരു മാനസിക രോഗിയാണ്. അപ്പം 3 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് ഒരു വീട് മാത്രമാണ്. അപ്പം അവിടെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല അന്നത്തെ അവസ്ഥയിൽ. അങ്ങനെയാണ്. അപ്പം അവിടെയാണ് ആ ചേച്ചി താമസിക്കുന്നത്. ചേച്ചി എനിക്ക് ആകെ എന്നോട് സങ്കടമായി. എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ അമ്മയുമായിട്ട് സംസാരിച്ചു. അപ്പൊ നമ്മൾ അല്ലാതെ എല്ലാരും കൂടെ നോക്കി ചെയ്ത് കെട്ടിച്ചു വിട്ടതാണെങ്കിലും നമ്മൾ നോക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും അവളെ ഉപേക്ഷിച്ച് കളയാൻ ഒക്കെയല്ല, നോക്കിയേ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോ അവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീടും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നോണ്ട് എന്റെ വീട്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് നന്നാക്കാനായിട്ട് ഉള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് അങ്ങനെ പെര മേയാനായിട്ട് അതിന്റെ മേക്കൂടിന് വേണ്ടിയിട്ട് കമുകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടു. ചുറ്റോടിയിട്ടും കട്ട വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ അതിന് മേച്ചിലിന് വേണ്ടിയിട്ടുള്ള ഓല പോയി അമ്മയും ഞാനും കൂടെ ഇരുന്ന് മെടക്കി വരുത്തിയൊക്കെ കൊണ്ടുവന്നു. അപ്പം 9 മാസം കഴിഞ്ഞ സമയത്തും എന്നെ കൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ചേച്ചി ബഹളം വെച്ചു, അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പോയി ഞങ്ങള് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് അടുപ്പിച്ചു കഴിഞ്ഞിട്ട് അന്ന് വീട്ടിൽ ചെന്നു. എനിക്ക് തീരെ നടക്കാൻ പറ്റുകയില്ല. അപ്പൊ അവിടുന്ന് ഏതാണ്ട് ഒരു 5-8 കിലോമീറ്റർ ദൂരത്തോളം പോകണം, നടന്നു പോകണം ചേച്ചിയുടെ വീട്ടിൽ ചെല്ലാന്. അപ്പം അവിടെ പോയി, അവിടെ ചെന്നു. ഒരു 11 മണി രാത്രിയായി അന്ന് അവിടെ ചെന്നപ്പം. കാരണം എനിക്ക് നടക്കാൻ മേല, എനിക്ക് പ്രസവത്തിന്റെ അസുഖങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ എനിക്ക് അറിയത്തില്ല, അതാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. അന്ന് പ്രസവിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് അത്ര വലിയൊരു താല്പര്യമൊന്നും അമ്മയ്ക്കില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചിക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, സഹതാപം എന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു, അവിടെ നിന്നു. ഏതായാലും കൊച്ചുണ്ടായി. ഒരു 24 ദിവസം വരെ ആ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി എന്റെ കാര്യങ്ങളും ശുശ്രൂഷകളും എല്ലാം നോക്കി ചെയ്തു.
അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ചേട്ടനെ കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പോകാനായിട്ട് അവർ പോയി. അപ്പൊ ഈ കൊച്ചു വയറ്റിൽ കിടക്കുമ്പോ എന്നെ ആരും നോക്കാനും അന്വേഷിക്കാനും ഇല്ല, ആരും മിണ്ടാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയപ്പോ ഞാൻ എന്നും ഈ കൊച്ചിനെ ശപിച്ചുകൊണ്ടിരുന്നത് എന്റെ വയറ്റിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയി മരിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത വന്നപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരുന്നു. അന്ന് എനിക്ക് തിരിച്ചറിവില്ല, കാരണം ദൈവത്തെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പം ആരോടുള്ള പ്രതികാരവും ദേഷ്യവും കൊണ്ടാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടം ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ സങ്കടം എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലൊന്നുമല്ല, കാരണം ഞാനൊരു വാശിപ്പുറത്താണ് പോയത്. ആ ഒരു ഒറ്റ ഇതില് വന്നിട്ട് പിടിച്ചു തന്ന. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ഈ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം 24-ാമത്തെ ദിവസം അപ്പൊ ചേച്ചി ആശുപത്രിയിൽ പോകാൻ പോയി. എന്റെ അമ്മ പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ നിന്നാ ശരിയാകില്ല, പോയി ആ വീട് നന്നാക്കണം. അപ്പൊ അത് മേഞ്ഞു പെറക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്, എലിയെല്ലാം കുത്തിമറിച്ചിട്ടേക്കും. അപ്പൊ അതുകൊണ്ട് അത് പോയി തല്ലി മെഴുകിയാൽ അങ്ങോട്ട് താമസം മാറ്റാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കൊച്ചിനെ കൊണ്ട് അവിടെ തൊട്ടി കെട്ടി ഉറക്കി ഇട്ടിട്ട് കുറെ ദൂരെ ഇറങ്ങി പോകണം വെള്ളത്തിന്. വെള്ളം പോയി തലച്ചുമടയെ കൊണ്ടുവന്നു, അത് കുടഞ്ഞു തല്ലിപ്പെറുക്കി മെഴുകിയൊക്കെ ഇട്ട് വീടാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. ഒരു 40-42 ദിവസമൊക്കെ 40 ദിവസം വരെയൊക്കെ അമ്മ നിന്നു. അത് കഴിഞ്ഞപ്പോ അമ്മ മൂത്ത മകന്റെ അടുത്തോട്ട് ഇറങ്ങിപ്പോയി, തറവാട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഞാനും ഈ കൊച്ചു ഒറ്റയ്ക്കായി അവിടെ. അപ്പം ഒരു 42 ദിവസമൊക്കെ ആയപ്പം മുതൽ ഞാൻ അടുത്ത് ഒരു വീട്ടിൽ പണിയാൻ പോകും. പണിയാൻ പോകുന്ന പറഞ്ഞാൽ അവർക്ക് ചെന്ന് വല്ല വെള്ളം കോരി കൊടുക്കുവോ, പശുവിന് തീറ്റ എത്തി കൊടുക്കുവോ, വിറക് പിറക്കി കൊടുക്കുവോ, ഇതൊക്കെയാ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി കാശൊന്നും അവര് തരികയില്ല. അത്യാവശ്യം വേണ്ട കുറെ ചില്ലറ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനോ കുത്തിവെപ്പിക്കാൻ പോകാനോ അവനോ എനിക്ക് മരുന്ന് വേണമെങ്കിൽ അതോ അങ്ങനെയൊക്കെ കുറേശ്ശെ പൈസ തരും. പിന്നെ അവരുടെ കൊച്ചിന്റെ തുണികളും ഡ്രസ്സുകളൊക്കെ തരും. ഞങ്ങൾക്ക് 3 നേരവും ഭക്ഷണം തരും. അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെയൊക്കെ പോകും. അങ്ങനെയായി കഴിഞ്ഞാൽ എന്റെ നേരെ മൂത്ത ആങ്ങള ഇങ്ങനെ എന്നെ അപായപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പല ദിവസവും, അവന് ഭയങ്കര വൈരാഗ്യമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവിടുത്തെ ഒരു പുള്ളി ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്. അപ്പൊ സാറ് പറഞ്ഞൂടാ, അവൾ പോകുന്ന വഴി കാല് തട്ടി വീണ് എന്തെങ്കിലും സംഭവിച്ചാലും നിന്നെ ഞങ്ങൾ വിടുകയില്ല, പ്രതിയാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ലാതെ വന്ന് കൊച്ചിന് 8 മാസം പ്രായമായപ്പോ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കൊച്ചിനെ കൊണ്ട് ഞാൻ പോവുകയാണ്. ഏതായാലും ചേട്ടന്മാർക്ക് അറിയാമല്ലോ കല്യാണം കഴിഞ്ഞതാണെന്നും ഈ കൊച്ചുണ്ടെന്നും ഉള്ളത് അവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ തേടി ചെന്ന് എന്റെ അമ്മയെ കൂട്ടുപിടിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ വെള്ളാറുടെ കിളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരക്കി ചെന്നു. അപ്പൊ തിരക്കി ചെന്നപ്പം ഈ കക്ഷി അവിടെ ഇല്ല, പണിയാൻ പോയേക്കുവാണ്. അപ്പം ചേട്ടന്മാര് കണ്ടിട്ടുള്ളത് കൊണ്ട് ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പം അവര് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. നിൽക്കാന്ന് പറഞ്ഞിട്ട് അവര് 2 ദിവസം കഴിഞ്ഞപ്പം പോയി. അന്ന് പുള്ളി മലപ്പുറത്ത് എവിടെയോ ആണ് പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വന്നു. കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ 1 വർഷത്തോളം അവരുടെ വീട്ടിൽ കഴിഞ്ഞപ്പം പുള്ളി അവിടെ ഇല്ലാഞ്ഞ സമയത്ത് പുള്ളിയുടെ ഇളയ സഹോദരിയെ കല്യാണം കഴിച്ചയപ്പിച്ചപ്പം അവർക്കുണ്ടായിരുന്ന സ്ഥലം വീട് മുഴുവനും അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ടാണ്. അപ്പൊ എഴുതി കൊടുക്കുമ്പം അച്ഛൻ പറഞ്ഞായിരുന്നു ഒരു 3 സെന്റ് സ്ഥലം ഗോപി വരുമ്പം അവന് പെര വെച്ച് താമസിക്കാൻ കൊടുക്കണോന്ന് പറഞ്ഞു. അന്ന് കൊടുക്കാന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് ചെയ്തത്. പക്ഷെ അവരാരും ഒന്നും കൊടുത്തില്ല, അങ്ങനെ ചെയ്തില്ല. അപ്പം അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അച്ഛനും അമ്മയ്ക്കും വലിയ സ്നേഹമായിരുന്നു. കൃത്യമായിട്ടും എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയമ്മയുടെ അടുത്തു നിന്നാണ് കിട്ടിയത്. അപ്പം അവർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, കാരണം അവരുടെ വീട്ടിലും കയറി ചെന്നതില് ഇത്തിരി വിദ്യാഭ്യാസം ഒക്കെ ഉള്ളത് എനിക്കേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ 1 വർഷക്കാലം അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയും കെട്ടിയും നടന്നും മടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പണിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പണിയാൻ പോയ സമയത്ത് പുള്ളി എവിടെയാ പോയേന്ന് എനിക്ക് അറിയത്തില്ല. പൈസ ഞങ്ങൾക്ക് ഇട്ട് തന്നെങ്കിലും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. പുള്ളി വന്നിട്ടും പൈസ കിട്ടില്ല. അപ്പം എന്നോട് ഇവര് ഭയങ്കര ബഹളമായി തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ ഞാന് അപ്പം പോകാൻ നേരം ചേട്ടന്റെ വീട്ടിലാ കൊണ്ട് നിർത്തിയിട്ട് പോയി. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ചേച്ചിക്കൊരു വിഷമം ഞങ്ങൾ അവിടെ നിൽക്കുന്നതില്. അപ്പം ചേച്ചി പറഞ്ഞു അത് ചേട്ടൻ തങ്ങിപ്പണിക്ക് പോവുക, അതുകൊണ്ട് ചേച്ചിയുടെ ആങ്ങളയുടെ അടുത്ത് പോകും, നീ എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇറങ്ങി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് പോന്നു. ലെമണാസുറിന്റെ പുറപ്പാടെന്ന് പറഞ്ഞതുപോലെ കൊച്ചുറങ്ങി തോളെ കിടക്കുന്നു. ആ കയ്യിൽ ഒരു തുണിയുണ്ട്, എന്റെ മറു കയ്യിലും ഒരു പെട്ടിക്കകത്തൊരു തുണിയും തൂക്കി എടുത്തോണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവിടുത്തെ ഒരു നാട്ടുകാരെ ചെന്ന് കണ്ടുവച്ചിട്ട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തരാം ഒരു കുറച്ച് നാളത്തേന്, എന്റെ ഭർത്താവ് ഒന്ന് തിരിച്ചു വരുന്നിടം വരെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിച്ചു എങ്ങനെ വാടക കൊടുക്കും? ഞാൻ പറഞ്ഞു 10 പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കാൻ കിട്ടിയാല് ഞാൻ വാടക കൊടുക്കാനുള്ളത് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം ആണ് ഇളയ സഹോദരിയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പോകണ്ട, അവിടെ വന്ന് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേര് ഈ സ്ഥലവും വീടും ഒന്നുമില്ലല്ലോ,
അവിടെ വരില്ലല്ലേ, അതുകൊണ്ട് അവിടെ വരാൻ പറ്റിയല്ല, എപ്പോഴാ ഇറങ്ങി പോകാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഏതായാലും പുള്ളി വിളിച്ചോണ്ട് പോയി. അച്ഛനും കരഞ്ഞു പിഴിഞ്ഞു വന്നു. അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഞാൻ ഈ പുള്ളിയെ വരുത്തി കഴിഞ്ഞ് വെച്ചിട്ടും പിന്നെയും പ്രശ്നങ്ങൾ, അവിടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ അവിടെ നിൽക്കാൻ മേലാതെ എന്നോട് പറഞ്ഞു, പോയി വീതം ഉണ്ടല്ലോ അത് വിറ്റ് കൊണ്ടുപോവാ, ഇവിടെ എവിടെയെങ്കിലും മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീതം വിറ്റോണ്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ആ കൊച്ചിനെയുമായിട്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ച് പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അവര് ഒക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് കൊച്ചിനെ അവർക്ക് വേണം, എന്നെ വേണ്ട. കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. കൊച്ചിനെ ഒരു കാരണവശാലും ഞാൻ തരികല്ലെന്ന് പറഞ്ഞു. കൊച്ചിനെയുമായിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അവിടുന്ന് പോന്ന് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നപ്പം ഇവിടെ വരുമ്പോഴും എന്റെ സഹോദരങ്ങളൊക്കെ കാണുന്നവർ പറയും, അതിന് തന്തയില്ലാത്തതാന്ന് അതിനോട് ഇങ്ങനെ പറയും. അത് വർത്താനം പറഞ്ഞാൽ വരാൻ തുടങ്ങിയ പരുവം മുതലേ അവന് അച്ഛനില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവന്. അപ്പം ചോദിക്കുമ്പോ അവന്റെ അച്ഛൻ മരിച്ചുപോയി എന്നാ എല്ലാരും ഇങ്ങനെ കൊച്ചിനോട് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ കൊച്ചിനെ കൊണ്ട് കൂലിപ്പണിക്ക്, അപ്പം കിലോമീറ്ററുകളോളം നടന്നാണ് ഞാൻ കൂലിപ്പണിക്കൊക്കെ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും ഞാൻ ഇവനെ കൊണ്ടാ പോകുന്നത്. അപ്പൊ എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, തിരിച്ച് ഞങ്ങൾ വന്നപ്പം ആ നാട്ടിൽ നിന്ന് തിരിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ കിടന്ന കിടപ്പാടമില്ല. അപ്പം പറഞ്ഞു, ആങ്ങളയുടെയും നാത്തിന്റെയും പേരിലായിരുന്നല്ലോ അവര് വിറ്റോണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി എവിടാ ഞാൻ താമസിക്കുന്നത്, എനിക്ക് വീതം തരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ആങ്ങളയുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റിയല്ല, എനിക്ക് വീതം തരണം. ഒരു വീട് വെച്ച് ഞാനും കൊച്ചും കൂടെ അവിടെ താമസിച്ചുള്ളൂ. അപ്പൊ എന്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ ആരെ കണ്ടിട്ടാ വീട് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദൈവം തന്നത് എനിക്കൊരു ചെറുക്കൻ കൊച്ചിനെയാ, പെങ്കൊച്ചിനെയല്ല. അത് കീഴോട്ടല്ല മേലോട്ടാ വരുന്നത്. ഞാൻ അവനെ കണ്ടോണ്ട് പേര് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പേര് വെച്ച് ഞങ്ങൾ അവിടെ വേറെ താമസിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാളൊക്കെ അമ്മ വന്ന് നിൽക്കും. അമ്മയ്ക്ക് ദേഷ്യം കയറുമ്പോ അമ്മ എന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെയായി. അങ്ങനെയായിട്ട് എന്റെ വാശിക്ക് കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വക്കീലിനെ ചെന്ന് കണ്ടു. നിയമപരമായിട്ട് ഈ പുള്ളിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയാൻ. അപ്പൊ എന്നോട് ചോദിച്ചു, നിയമപരമായിട്ട് കല്യാണം കഴിച്ചതെന്നുള്ളതിന്റെ രേഖ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. കട്ടപ്പന രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി എടുത്തുകൊണ്ട് വന്ന് കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് കൊടുത്ത് ഈ പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. പുള്ളി വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ പണിക്ക് പോകും. അപ്പം പുള്ളി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. അപ്പം കൊച്ചിന് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് അവിടുന്ന് വരുന്നത്. ഒരു വയസ്സ് ആകും മുമ്പേ അവിടുന്ന് ഞങ്ങള് 2 വയസ്സാകുന്നതിന് മുമ്പേ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പൊ ഈ പുള്ളി കുറച്ചു നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഈ കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങളെ അന്വേഷിച്ചു വന്നത്. പിന്നീട് ഞങ്ങളെ ഉപേക്ഷിച്ച് അങ്ങനെ പോയിട്ടില്ല. പിന്നീട് നല്ല സ്നേഹത്തിലാ പോയത്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിലൊക്കെ വിടാറായ സമയത്ത് കൊണ്ട് വിട്ടു. അപ്പം സ്കൂളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. അതിന്റെ ഒരു കന്യാസ്ത്രീയാണ്. ആദ്യം അവരുടെ ആയിട്ടിരുന്ന കന്യാസ്ത്രീ കൊച്ചിനെ പിടിച്ചടിച്ചു. അടിച്ചെന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്ത കുറ്റത്തിനാണ്. കാരണം ഇപ്പം വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു സൈഡ് പറ്റി, റോഡിന്റെ ഒരു സൈഡ് പറ്റി നടന്നു പോകും. ഒറ്റയ്ക്കാ പോകുന്നത്. ആരോടും അങ്ങനെ കൂട്ടുപിടിക്കാറില്ല. ഒറ്റയ്ക്ക് പോകുമ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു തമിഴ്ക്കാരാണ്. അപ്പൊ അവരുടെ കൊച്ചിങ്ങനെ മറ്റേ മൂത്ത പിള്ളേരുടെ കൂടെ പോയി അതിനെ വഴിക്കിട്ടിട്ട് അവർ ഓടിപ്പോയി. അപ്പൊ ഇവൻ ചെന്നപ്പം പല പ്രാവശ്യം സ്കൂളിൽ പോകാതെ വരുമ്പോ തല്ല് കൊടുത്ത് പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവൻ പറഞ്ഞു, വൈകിട്ട് കൊണ്ടുപോയാൽ മതിയെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം, അല്ലാതെ ഞാൻ നിന്നെ കൂട്ടി വീട്ടിൽ ചെന്ന അമ്മേനെ അടിക്കും, അതുകൊണ്ട് ഞാൻ വരികയല്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് മതിയെന്നും പറഞ്ഞ് ഇവന്റെ കാലേ കിടന്ന് ചെരുപ്പ് ഊരി അവനിട്ട് കൊടുത്തു. കാരണം അവനേക്കാളും ഇളയതായി ഈ കൊച്ച്. ഈ കൊച്ചിനെ കൊണ്ട് ചെന്നു. അതൊരു പള്ളി സ്കൂളാണ്. അവിടെ കൊണ്ടുവന്നിരുത്തിട്ട് പറഞ്ഞു, നീ ക്ലാസ്സിലിരുന്നു, അസംബ്ലിക്ക് വന്നാൽ നിനക്ക് തടി കിട്ടും, അതുകൊണ്ട് അസംബ്ലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേരെല്ലാം അസംബ്ലിക്ക് പോയി നിൽക്കുമ്പം ഈ കന്യാസ്ത്രീ ക്ലാസ് തോറും കയറി നടന്ന് നോക്കിയപ്പം ഈ കൊച്ചവിടെ ഇരിക്കുന്നു. അതിനോട് ചോദിച്ചപ്പോ അത് തമിഴൊക്കെയാ പറയുന്നത്. അപ്പൊ അവര് വന്നേച്ച് ഇതിനെ കൊണ്ട് അസംബ്ലി വന്നേച്ച് ചോദിച്ചു, ഇവനെ ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പം ഈ കൊച്ച് അവനാന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനാണെന്ന് പറയും. ചെയ്യാത്ത തെറ്റ് അവനാന്ന് പറയുകയില്ല. അപ്പം അവനാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് കാര്യവും കാരണവും ഒന്നും ചോദിച്ചില്ല. ചൂരവടി എടുത്ത് അടിക്കാൻ പിടിച്ചപ്പോഴേ തന്നെ അവൻ നിലത്തിരുന്നപ്പോ അവന്റെ മുതുകത്ത് അടി കിട്ടി. അപ്പം അവനിങ്ങനെ ഈ ചെറുതിലെ പനിയൊക്കെ വരുമ്പം പിക്സ് ഉണ്ടാകുന്നത് കാരണം അവനെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി വളരെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഈ കൊച്ച് തല്ല് കിട്ടിയ കാര്യം വീട്ടിൽ വന്ന് വൈകിട്ട് പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ വിടാൻ നേരം ഞാൻ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് നിർത്തി. വെള്ളം കോരി ഒഴിക്കുമ്പോ അവൻ നിന്ന് പിടയ്ക്കുവാ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പുറം തിരിച്ച് നോക്കിയപ്പോഴാണ് പുറത്ത് ഇങ്ങനെ ചൂരവടിക്ക് അടിച്ചത് പൊട്ടിയ 3 പാടും തടിച്ച് കരിഞ്ഞെളിച്ച് കിടക്കുന്ന ഒരു പാടും കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്നാ പറ്റിയതാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ടീച്ചർ അടിച്ചതാന്ന് പറഞ്ഞു. അപ്പം ഇവന് അന്നേരം മുതൽ ഇവന് മനസ്സിലങ്ങ് പക തുടങ്ങി. കാരണം അവൻ ആരോടും പറഞ്ഞൊന്നുമില്ല, കുഞ്ഞു കൊച്ചല്ലേ, അതുകൊണ്ട് അവന് പറയാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞ് അവനെ അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ ഇന്ന് സ്കൂളിൽ പോയിട്ട്
ക്ലാസ്സിൽ കയറണ്ട, ഓഫീസ് റൂമിന്റെ വാതൊക്കെ നിൽക്ക്, അമ്മ അവിടെ വന്നിട്ട് കയറിയേച്ചാ മതി എന്ന് പറഞ്ഞു. ഞാൻ അവന്റെ ചീട്ട്, ആശുപത്രിയിലെ ചീട്ട് എടുത്തോണ്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടു കൊച്ചിന്റെ സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ചോണ്ടാ ഞാൻ ഈ സ്കൂളിൽ കയറി ചെല്ലുന്നത്. അപ്പൊ അവന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കത് ഭയങ്കര സങ്കടം തോന്നി. ആദ്യമൊക്കെ ഞാൻ അതിനെ ശപിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്കത് കണ്ടപ്പം എനിക്ക് സങ്കടം വന്നു. അപ്പം ഇളയ കൊച്ചുകൊണ്ട് ആ ഇളയ കൊച്ചിനെ ഞാൻ അംഗൻവാടി കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരു ടീച്ചർമാരുടെ അടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പം ഭർത്താവിനോട് പറഞ്ഞു പോകരുത്, നാണക്കേടാ, പോകണ്ട, ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റിയല്ല, അതിന് ശിക്ഷിക്കുന്നതിനൊക്കെ ഒരു പരുവമുണ്ട്, അങ്ങനെ ശിക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാന് എന്റെ ദേഷ്യവും സങ്കടവും കൊണ്ട് വായി വന്നൊക്കെ പറഞ്ഞു. അപ്പം അവര് അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞു, അച്ഛനും കൈകാര്യം ഒക്കെ ഉണ്ടായിരുന്നു, അവര് പറഞ്ഞു അവരൊരു കന്യാസ്ത്രീ അല്ലേ, അവരോട് ഇത്തിരി മാന്യമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചിനോട് ആ കന്യാസ്ത്രീ കാണിച്ച മാന്യത ഇതാ എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ ഉടുപ്പ് ഊരിയിട്ട് തിരിച്ചു നിർത്തി കാണിച്ചു. പനിച്ച പിറ്റ്സ് ഉണ്ടാകുന്ന കൊച്ചാ, കാശ് വാരി ചെലവാക്കി ഇതിനെ വെച്ചേക്കുന്നതാ, ഈ കൊച്ചിനോട് കാണിച്ച മാന്യത ഇതാണെങ്കിൽ ഞാൻ അവരോട് എന്നാ കാണിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പൊ എന്നോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ അന്ന് മുതല് അവനാ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കിട്ടിയപ്പോ മുതലേ ഇവന്റെ മനസ്സിൽ പകയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിത് അറിഞ്ഞില്ല. അപ്പൊ അതിന്റെ പ്രതിഷേധമായിട്ട് അവൻ ഓരോ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പം പിന്നെ അതിനെ തല്ലിക്കൊണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൈ കിട്ടിയ ആരുടെയാണേലും വേണ്ടിയല്ല എടുത്ത് ദൂരെ കളയും. കാരണം അവന്റേതല്ലാത്ത ഒരു സാധനം അവൻ കൊണ്ടുവരികയില്ല, പക്ഷെ അവനടുത്ത് കളഞ്ഞിട്ട് വരും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ നിന്നുണ്ടായതാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഇങ്ങനെ വന്നു കിട്ടുന്നതിനൊക്കെ അങ്ങനെ എല്ലാരും പരാതിയും കൊണ്ട് വരുമ്പം അവന്റെ അച്ഛൻ അവനോട് ചോദിച്ചു കഴിഞ്ഞു ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദിക്കില്ല, കാര്യവും സഹിതവും ഒന്നും അന്വേഷിക്കാതെയാണ് അടി. ഒരു കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 7-8 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അടി കിട്ടി 2 കാലും പൊട്ടി ചോര ഒഴിയാലും അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വീഴുകയില്ല. ഇവന്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ പക മൂത്ത ഒരു ദിവസം ഇവൻ പെരക്ക് തീയും കത്തിച്ചു. താമസിച്ചുകൊണ്ടിരുന്ന പുല്ലുവരെയാണ്, ആ പെരക്ക് തീയൊക്കെ കത്തിച്ചു വിട്ടു. എന്നിട്ട് ഇളയ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയത് കൊണ്ട് കൊച്ചിനൊന്നും സംഭവിച്ചില്ല. ഞാൻ വരുമ്പോ ഈ ആളി കത്തുവാണ്, ആൾക്കാർ വന്ന് അണയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞു ദേ അടുപ്പേ തിളച്ച് കിടന്ന കഞ്ഞി വരെ ഞങ്ങൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പം പണിക്ക് പോയി കഴിഞ്ഞിട്ട് പണിയും കഴിഞ്ഞ് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയും കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും ചീട്ട് കളിക്കാൻ പോകും. അപ്പം വീട്ടിൽ വല്ലതും കൊണ്ടുവന്നും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഒന്നും മിണ്ടുകയല്ല, ഇറങ്ങിപ്പോകും. ചിലപ്പോഴാണെങ്കിൽ കൊണ്ടുവരും, ചിലപ്പോൾ പോയിരുന്ന് ഈ ചീട്ട് കളിക്കും. ചീട്ട് കളിച്ച് ചിലപ്പം നേരം വെളുക്കാറാകുമ്പോഴൊക്കെയാ വരുന്നത്. എപ്പം വന്നാലും ഒരു പൊതി പലഹാരം കൈ കാണും. അതാണ് ഈ പിള്ളേരോടുള്ള സ്നേഹവും അന്വേഷണവും. അത് മുടക്കാറില്ല എങ്ങനെ കൊണ്ടുവന്നാലും. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മദ്യപാനം ഒന്നും അങ്ങനെ അധികമില്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ മദ്യമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേനും ഞാൻ ഇറങ്ങി ഓടാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. ആങ്ങളമാര് മദ്യം കഴിച്ചു വന്നാല് ഇറങ്ങി ഓടുന്ന പതിവുള്ളത് കൊണ്ട് ഓടുന്ന, അതുകൊണ്ട് പിന്നെ അങ്ങനെ മദ്യപിച്ചിട്ട് വരികയില്ല. പക്ഷെ മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ഞങ്ങളോട് കുഴപ്പമൊന്നുമില്ല. അന്ന് ഞങ്ങൾ എല്ലാ കുരുത്തക്കേട് കാണിച്ചു വെച്ചെന്ന് പറഞ്ഞാല് ഞങ്ങളെ ഒന്നും വഴക്ക് പറയുകയില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ പുള്ളി പറയാം അതെ മദ്യപിച്ചിട്ട് വന്ന് വെള്ളം അടിച്ചിട്ട് വന്ന് ഞാൻ ചെയ്തെന്ന് പറയുക, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അങ്ങ് ആയി കഴിഞ്ഞ് ചീട്ടുകളി അങ്ങ് മൂത്ത് കൂടി വന്നു. കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ കഷ്ടത്തിലായി. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞ ഈ 2ാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞ ഒരു കൊച്ചും കൂടെ ഉണ്ടായി. ആ കൊച്ചുണ്ടായപ്പോഴും ഇതുപോലെ ഈ ആശുപത്രിയിലൊക്കെ ചെന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞ ഒരു കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, പ്രഗ്നന്റ് ഒന്നും അല്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയിക്കാനേ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടും എനിക്ക് അസ്വസ്ഥതകളൊക്കെ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളി നോക്കാതെ ഇരുന്ന് കിട്ടുന്ന കൊണ്ട് ചീട്ട് കളിക്കാനൊക്കെ പോയി. ചീട്ട് കളിക്കാൻ പോയി വെച്ചൊക്കെ വന്നപ്പം ഒരു 5 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ വയറ്റിൽ അനക്കം വെച്ചു തുടങ്ങി, ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റിയല്ല, എവിടെയെങ്കിലും പോണോ ആശുപത്രിയില് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്ന് നോക്കിയപ്പം വേറൊരു ആശുപത്രി ചെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അത് പ്രഗ്നന്റ് ആണ്, അത് എപ്പോഴാണെന്നുള്ളത് എന്നാണെന്നുള്ള ഡേറ്റ് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. അപ്പം എനിക്ക് ഈ തലകറങ്ങി വീണ് കഴിഞ്ഞപ്പം ഫിനോബാർബറ്റോൺ എന്ന് പറഞ്ഞ മരുന്ന് എന്നെ കഴിപ്പിച്ചത് കൊണ്ട് അത് ഇങ്ങനെ കുറെ നാൾ കഴിപ്പിച്ചത് കൊണ്ട് കൊച്ചിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 പേരെ കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടായി, ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു. അന്ന് പുള്ളി ദൈവത്തെ വിളിച്ച് കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, പക്ഷെ അറിയത്തില്ലെങ്കിലും അന്ന് വിളിച്ച് കാണുമായിരിക്കും. ഏതായാലും പ്രസവത്തിന്റെ സമയത്ത് ഒരു ആഴ്ച മുമ്പേ എങ്കിലും ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോയില്ല. അപ്പം വീട്ടിൽ തന്നെ കിടന്നു ആ സമയമായി കഴിഞ്ഞപ്പം
പുള്ളി എന്നോട് പറഞ്ഞ ആശുപത്രി പോകണം, എനിക്ക് ഇതുപോലെ തീരെ വയ്യാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഒരു സിംഗിൾ പൈസ എടുക്കാൻ എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അന്നേരമൊക്കെ എന്ന് പറഞ്ഞ പുള്ളി സിനിമ കാഴ്ചയും ചീട്ട് കളിയും ഒക്കെ ഉണ്ട്. വെള്ളമടി വല്ലപ്പോഴും ഉള്ളൂ. വെള്ളം അടിച്ചേച്ച് വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടില്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പൊ അന്നേരം ഞങ്ങൾ പറയും ആ സിനിമയ്ക്ക് വല്ല എനിക്കും വേണം പൈസ എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാശ് അങ്ങനെ തരും. സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം പൈസ തരും. പൈസ മേടിച്ച് ഞാൻ പറയും ഞാൻ തന്നെ പോകുകയല്ല, ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം, ഞങ്ങൾക്ക് വണ്ടിക്കൂലി വേണം, ചോറുണ്ണാൻ കാശ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേശ്ശെ മേടിക്കും. അങ്ങനെയൊക്കെ തന്ന കാശ് കുറച്ചുണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ വെച്ചേക്കും. ബാങ്കിലെ ഒരു സ്റ്റാഫ് അതിലെ വരുമ്പം എടുത്തോണ്ട് പോകും. അങ്ങനെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്, 7,000 രൂപയോളം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പുള്ളി പറഞ്ഞു അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു സിംഗിൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് വീട്ടിൽ തന്നെ കിടന്ന് പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 8 ദിവസമായിട്ടും അന്നേരം ഞാൻ പറഞ്ഞു ഈ കൊച്ചിനെ ആശുപത്രിയിലൊന്നും കൊണ്ട് കാണിക്കണം, അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ എന്നാ കൊണ്ടുപോയി കാണിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പം അമ്മ വന്നു. അമ്മേനെ പ്രസവ സമയത്ത് ആശുപത്രി പോകാൻ വിളിച്ചപ്പോ ഒന്നും അമ്മ വന്നില്ല. അല്ലാതെ പ്രസവിച്ച് കഴിഞ്ഞ അമ്മ വന്നത്, സമയം പറഞ്ഞേക്കുന്നതാണല്ലോ എന്നും പറഞ്ഞ് അന്ന് വന്നു. അപ്പൊ തലേ ദിവസം രാത്രി പ്രസവിച്ചു, അതുകൊണ്ട് പോയില്ല. അമ്മ വന്ന് അവിടെ എല്ലാം ചുറ്റിപ്പറ്റി നിന്നിട്ട് ആ കൊച്ചിനെ ഒന്ന് എടുക്കുകയോ ഒന്നും ചെയ്യാതെ വീട്ടിൽ പോയി ഞാന് അത് സോമന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ മൂത്ത സഹോദരന്റെ പേര്, അപ്പൊ ചെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. പിറ്റേ ദിവസം വന്നപ്പോ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പം കൊച്ചിന് ശകലം തൂക്കക്കുറവുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊക്കെ തന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. 10ാമത്തെ ദിവസം ഈ കൊച്ചിന് എന്തോ അസുഖമാണ്. അപ്പം അന്ന് തലേ ദിവസം രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ചീട്ടുകളിയും കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്നത്. അപ്പോഴും ആരും ഇല്ലാത്തപ്പോഴും ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം എല്ലാം ചൂടാക്കി തന്ന് കുളിക്കാൻ സഹായിച്ച് കൊച്ചിന്റെ തുണി എന്റെ തുണി എല്ലാം കഴുകിയിട്ട് കഞ്ഞിയും വെച്ച് തന്നിട്ടാണ് പുള്ളി ചീട്ട് കളിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ പോയേച്ച് രാത്രി 12 മണി കഴിഞ്ഞപ്പം വന്നപ്പം അന്നേരമാണ് കൊച്ചു പാല് കുടിച്ച് തന്നിട്ട് ഞങ്ങൾ രണ്ടാളും അമ്മയുണ്ട് ഭക്ഷണം വിളമ്പി തന്നു, കഴിച്ചേച്ച് കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും കൊച്ചിനെ അപ്പൊ ഈ പൊടി കുഞ്ഞുങ്ങള് നിലത്തൂടെ ഓടി നടക്കുന്നുണ്ട്, കയറി ചവിട്ടിയെങ്കിലും എന്നോർത്ത് അന്ന് കട്ടിലൊന്നുമില്ല. അപ്പം അങ്ങനെ ഓർത്ത് തൊട്ടി കെട്ടി കൊച്ചിനെ തൊട്ടി കിടത്തി. അപ്പൊ ഈ കൊച്ചു കിടന്ന് മയങ്ങി മയങ്ങി കിടന്ന് ഉറങ്ങും. അപ്പം അത് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ ഒരു 4 മണിയായിട്ട് ഈ കൊച്ചു എഴുന്നേറ്റില്ല, പാലും കുടിച്ചിട്ടില്ല. അപ്പം പുള്ളി അന്ന് നേരത്തെ കയറി വന്നു, വേറെ എങ്ങാണ്ട് പണിയാൻ പോണെന്ന് പറഞ്ഞ് നേരത്തെ കയറി വന്നു. കയറി വന്നപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ കൊച്ചു ഇന്നലെ രാത്രി പാല് കുടിച്ച, പിന്നെ പാല് കുടിച്ചിട്ടില്ലാതെ ഉറങ്ങി എഴുന്നേക്കാതെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്റെ അമ്മ അന്നേരം വീട്ടിലോട്ട് പോയതുകൊണ്ട്, പകലെ വീട്ടിലോട്ട് പോയതുകൊണ്ട് അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ വന്നപ്പോ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ എടുത്തു ആശുപത്രി പോകാന്ന് പറഞ്ഞു. ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് വിറച്ചിട്ട് നടക്കത്തില്ല. 10 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ കൊച്ചിനെ ഒന്ന് എടുക്കുവോന്ന് ചോദിച്ചപ്പോൾ അയ്യോ എന്റെ കയ്യിൽ നിന്ന് അത് താഴെങ്ങാനും പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു തരത്തില് സിറ്റി വരെ ചെന്നിട്ട് ഒരു വണ്ടിക്ക് വണ്ടി വിളിച്ചു പോകാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ട്രിപ്പ് വണ്ടിക്ക് കയറിപ്പോയി. അവിടെ ആശുപത്രി ചെന്നപ്പോഴത്തേനും കൊച്ചിന്റെ അവസ്ഥ അങ്ങേയറ്റം പറ്റി. പിന്നെ ആ കൊച്ചു മരിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഇനി പുള്ളിയെ നോക്കിയിരുന്നു കഴിഞ്ഞാല് ഇനി അങ്ങനെ സംഭവിച്ചു പോവുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെ വരരുതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോ കൂലിപ്പണിക്ക് ഇറങ്ങി. അപ്പൊ ഈ കൂലിപ്പണിക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് പിള്ളേരെ അത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. കാരണം ഇളയ കുഞ്ഞിനെ, രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് പറമ്പിലൊക്കെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് ഞാൻ പണിയുന്നത്. അപ്പൊ അങ്ങനെ വരും. അപ്പൊ ഈ പണിയാൻ പോകുന്ന കാര്യം ഈ ഭർത്താവിന് അറിയത്തില്ല. പുള്ളി രാവിലെ പോയാ പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് ചീട്ടുകളിയും കഴിഞ്ഞായോണ്ട് സമയം ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ പണിയും കഴിഞ്ഞ് വന്നിരുന്നുള്ള പണിയൊക്കെ ചെയ്യും. ചിലപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചൊക്കെ കൊച്ചിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. സ്കൂൾ ജീവിതത്തിലേക്ക് കൊച്ചു കടന്നു കഴിഞ്ഞപ്പോ തന്നെ ഈ മനുഷ്യൻ ഈ കഞ്ചാവിന്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഈ കൊച്ചിനെ അങ്ങ് ഉപയോഗിച്ചു. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ കൊച്ചിനും അറിയത്തില്ല. അവർക്ക് കടയുണ്ട്. മോനെ അങ്ങോട്ട് പോകുന്ന വഴി ഇത് ആ കടയിൽ കൊടുത്തേരെന്നും പറഞ്ഞ് ഇത് കൊച്ചിന്റെ ബാഗിനകത്ത് വെച്ച് കൊടുക്കും. കൊച്ചിന് വല്ലതും മിഠായിയോ അതും ഇതൊക്കെ തിന്നാൻ കൊടുക്കുന്നതുകൊണ്ട് കൊച്ചിത് മേടിച്ചോണ്ട് പോകും, അറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് ഇവര് ഈ പാൻ മസാല പോലെയുള്ള സംഗതികളൊക്കെ ഈ കൊച്ചിനിങ്ങനെ കൊടുത്ത് ശംഭു ഗണേശ കൂട്ടൊക്കെ കൊടുത്ത് ഈ കൊച്ചിങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ തല കറങ്ങി ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് മുത്തശ്ശി മുറുക്കുന്നേ കൂട്ട് പോലെയാ തിന്നതെന്ന് ഈ കൊച്ചെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത് കാണിച്ചാ നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവറിനകത്ത് നിന്ന് ഒരു പൊടിയാ എടുത്തു തന്നെ. അപ്പം അന്നേരത്തേനും അവൻ 5ാം ക്ലാസ്സിലൊക്കെ എത്തി, അത്രയും വന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ ഇതും കൂടി ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും തകർച്ച പൂർത്തിയായി.
അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ തേയില ഇങ്ങനെ കൊടുത്തു വിടുന്നുണ്ട്, സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊച്ചിനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ ഇതും കൂടെയൊക്കെ കിട്ടിക്കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ഞാൻ കടയിൽ ചെന്ന് അയാളോട് പറഞ്ഞു അതിങ്ങനെ കൊടുക്കരുത്, ഈ കൊച്ചുങ്ങൾക്കൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറി ഉടനെ അയാൾ പറയാ, ഞാൻ ജാമാനം കൊണ്ട് വെച്ചിരുന്നത് വിൽക്കരുതൊക്കെ ഞാൻ തൊട്ടും കൊണ്ട് വന്ന് കേട്ടാ ഞാൻ കഞ്ചായും കുടിപ്പേരെന്ന് പറഞ്ഞു. ഇത്ര അയാൾ പറഞ്ഞു. വെച്ച് ഞാൻ വന്നു കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ അപ്പൊ എന്റെ ചേച്ചിയോട് പറഞ്ഞപ്പം പറഞ്ഞു, അന്ന് ഒരു അച്ഛനുണ്ട്, അത് പിന്നെ കൊച്ചുകരിന്തിരിയിലായിരിക്കുന്ന അച്ഛനോടൊന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ എനിക്ക് അതൊക്കെ അറിയത്തുള്ളൂ. അപ്പം ചേച്ചി ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് പറഞ്ഞു, അച്ഛനൊരു പഞ്ചസാരയൊക്കെ തന്നു, ഇനി അവൻ കഴിച്ചു കഴിഞ്ഞാൽ അവന് ഛർദി ഒഴിച്ചിലും പിടിക്കും, എന്റെ അടുത്ത് വരാതെ മാറുകയില്ല എന്നും പറഞ്ഞു. അത് പുള്ളി എനിക്ക് തോന്നുന്നു കൊച്ചിനെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടായിരിക്കാന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് വലിയ കാര്യമായിട്ട് മേടിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് ഇത് കിട്ടാതെ വരുമ്പോ ഇവരുടെ കടയിൽ ചെന്ന് കയറി ഞാൻ നഷ്ടപരിഹാരവും കൊടുത്തു. ഭയങ്കര കുരുത്തക്കേടായി പിന്നെ അവന്. അപ്പൊ നമുക്ക് അറിയത്തില്ലോ, കിട്ടുന്നല്ല അടിയാ. അപ്പൊ നമുക്ക് കരയൊന്നുമില്ല. പക്ഷെ ഒരു തെറ്റവൻ ചെയ്തത്, ആരാ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഞാനാ ചെയ്തതെന്ന് പറയും. എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നിനും അല്ല, അതാ മറുപടി. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയായി. ആകപ്പാടെ വലിയ വിഷമമായി. ആരേലും പറയും മോനെ അവിടെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരാമോന്ന് ചോദിച്ചാൽ എടുത്തോണ്ട് കൊടുക്കും. ആരും കാണാതെ എടുത്തോണ്ട് കൊടുക്കും. അവര് പറയും എന്റെ അത് കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയാം, അത് നിങ്ങൾ അറിഞ്ഞില്ലേ, അവര് പറഞ്ഞിട്ട് ഞാനെടുത്ത് അവിടെ കൊണ്ട കൊടുത്തു, ഇതാ അവന്റെ പണി. അപ്പൊ അവൻ ചെയ്യുന്ന എന്നാന്നുള്ള ഒരു ബോധമൊന്നുമില്ല. അപ്പം അത് നാട്ടുകാരങ്ങ് മുതലെടുത്തു. മുതലെടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് അതും ഇതുമൊക്കെ ചെയ്യിക്കുകയും അവര് വേണ്ടാത്ത പണികളൊക്കെ ഇങ്ങനെ ഇതിനെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ ചെയ്യുന്ന എന്നാന്നുള്ളത് അറിയത്തില്ലാത്തോണ്ട് അവൻ പോവും. പക്ഷെ ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരാളെ കൊല്ലുന്ന മാനസികാവസ്ഥയിലെത്തി. അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അറിയുന്നത്. പിന്നെ ഞാൻ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് 7 വർഷക്കാലം കത്തോലിക്കക്കാരുടെ കൂടെ. എന്നാലും അവര് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥന വെക്കുവോ, വീട്ടിൽ ഭർത്താവിനോട് വന്നൊരു വചനം പറയുവോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയായി മടുത്തു. ഞാൻ വീട്ടിലില്ലെങ്കിൽ, ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ കൊച്ചു വീട്ടിൽ ഇരിക്കുകയല്ല, ഇറങ്ങിപ്പോകും. കാരണം അപ്പനും മകനുമായിട്ട് അത്ര ഇതേലാണ്. അപ്പം അവരങ്ങ് ഇറങ്ങിപ്പോകും. പുള്ളിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ പോയി കഴിഞ്ഞപ്പം പറഞ്ഞു, ആ കൊച്ചു വയറ്റിൽ കിടക്കുമ്പോഴേ തന്നെ ശപിച്ചു. ആ ശാപവും ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയായി കഴിഞ്ഞപ്പം അവന്റെ മനസ്സിനെ അത് വല്ലാതെ മുറിപ്പെടുത്തി. അതിൽ നിന്ന് വല്ല ധ്യാനവും പ്രാർത്ഥനയും കൊണ്ടൊക്കെ ആ മാറ്റം മാറ്റി വരുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ പ്രാർത്ഥനയും കൊണ്ടൊക്കെ നടന്നു. കൊച്ചിനെ കൊണ്ട് പോയാലും കൊച്ചിന്റെ ഉറക്കവും വാസവും സെമിത്തേരിയിലാണ്, പള്ളിക്കകത്ത് കയറി വരികയില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ എല്ലാരും അങ്ങനെ എന്നെയും ഇളയ കൊച്ചിനെയും ഒക്കെ ഉപദ്രവിക്കും. അങ്ങനെ ആരെ ഉപദ്രവിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവനെ തന്നെ അങ്ങ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ മാന്തി അങ്ങോട്ട് കീറിയിട്ട് ആ ചൊകര ഇങ്ങനെ വാരിയെടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഊതി പറത്തു പാടാൻ അത്ര അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അതിന്റെ പൈശാചികത മനസ്സിലായത്. കാരണം ഞാൻ ചേച്ചിയോട് എന്ന് പറഞ്ഞാൽ മടുത്തു ഇവനെ കൊണ്ട് എന്നാ ചെയ്യുന്നതെന്ന് ഓർത്തു. ചേച്ചി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് അപ്പൊ എന്റെ ചേച്ചി ധ്യാനത്തിന് പോകുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിച്ചേച്ചി തന്നോട് പറഞ്ഞു, ഈ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോ കാണുന്നത് അവൻ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ കയറി ബൈബിളും കൊണ്ട് കയറി നിന്ന് പ്രസംഗിക്കുന്നതാ കാണുന്നതെന്ന് പറഞ്ഞു. എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ആ ഒരു ഒറ്റ വാക്കാണ്. പിന്നെ ഇവന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കൊച്ചിന് മാറ്റമൊന്നുമില്ല. കൊച്ചിങ്ങനെ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ ഇങ്ങനെ എല്ലാരും കൊണ്ട് ഇങ്ങനെ പരാതി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം പോലീസുകാരിങ്ങനെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തി. അപ്പൊ അവനൊരു പണി വേണമെന്ന് പറഞ്ഞു. അവര് പണിയൊക്കെ കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിയപ്പോ ഒരു ദിവസം ഇവനെ കാണാനില്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, രമേശ് ഇന്ന് ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഒരു ഹോട്ടലിൽ പോയി നിൽക്കുവാണ് അവൻ അന്ന് പണിക്ക്. അപ്പം അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ വരാതെയായി കഴിഞ്ഞപ്പോഴത്തേനും ദൈവമെല്ലാം നല്ലതിനാ വരുത്തുന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ 2 പിള്ളേരുമായിട്ട് കൂട്ടുകൂടി അവരുടെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. അവൻ അവിടെ ചെന്ന് കിടന്നുറങ്ങി. ഈ പിള്ളേര് രാത്രി കറങ്ങി തിരിഞ്ഞു പോയി. അവിടെ കട്ടക്കാലയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ കപ്പേളയില് ഹരിത്രവല്ലിച്ചനായിരിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് അവിടുന്ന് പൈസ മോഷ്ടിച്ചോണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ പിള്ളേര് ചെന്നെടുത്ത് അപ്പം അവരുടെ വീട്ടിൽ കിടന്നതുകൊണ്ട് ഈ പിള്ളേര് കയറി ചെന്നപ്പം അവനെ വിളിച്ചെഴുന്നേപ്പിച്ചപ്പോ അവൻ ഇത് എണ്ണാൻ കൂടിയെന്നൊരു തെറ്റവൻ ചെയ്തു. അതവൻ പറഞ്ഞു. അവൻ പള്ളിയിലെ നേർച്ചപ്പെട്ടി പൊട്ടിക്കാനും പൈസ പെറുക്കാനും ഒന്നും പോയില്ല. പക്ഷെ ഇവര് കൊണ്ടുവന്ന പൈസ ഞാൻ എണ്ണീന്ന് പറഞ്ഞു. നാട്ടുകാരിങ്ങനെ നോക്കിയിരുന്ന് പിടിച്ച് ശരിക്കും അടിയിടിയൊക്കെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു.
പോലീസ് സ്റ്റേഷനിലൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അവനെ എന്റെ കയ്യിൽ കിട്ടുള്ളായിരുന്നായിരിക്കും. അതായിരിക്കും ദൈവം അങ്ങനെ തീരുമാനിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ചെന്ന് അച്ഛനോടൊക്കെ ചെന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ 2 ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇവനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞ അവൻ വരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊച്ചു വന്നില്ല. 4-ാമത്തെ ദിവസമാണ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇവര് രാത്രി തന്നെ ആ കൊച്ചിനെ അവിടുന്ന് തിരുവഞ്ചൂർ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ അറിഞ്ഞില്ല. അത് അവന്റെ അച്ഛൻ അറിഞ്ഞിട്ട് വന്നേച്ച് എന്നോട് പറഞ്ഞു. അപ്പം പുള്ളി വരുമ്പോ ഞാൻ ബൈബിളും വായിച്ചോണ്ടിരിക്കാം. യേശു ക്രിസ്തു നൂലെ കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തുവൊന്നുമില്ല, ഇതൊക്കെ എടുത്ത് കളഞ്ഞ് എഴുന്നേറ്റ് പോടി എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അന്ന് മദ്യപിച്ചിട്ടുണ്ട്. പതിവില്ലാത്ത പോലെ അന്ന് മദ്യപിച്ചിട്ടാ കയറി വന്നത്. അപ്പം പുള്ളി ഇത് അറിഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത് കാര്യം ഞാനിത് അറിയുന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞത് മകനെ കാണണ്ടേ, മകനെ ജയിലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് നല്ല കൂളായിട്ട്. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതുവരെ ഈ കത്തോലിക്ക പള്ളിയിലൊക്കെ പോകുമ്പോൾ അവർ എഴുതി തരുന്നേം പറഞ്ഞു തരുന്നേം പ്രാർത്ഥനകളായിരുന്നു എന്റെ പ്രാർത്ഥന. അവിടുന്ന് അന്ന് ഞാന് നെഞ്ചു പൊട്ടി കരഞ്ഞു. കാരണം എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പം പുള്ളിയും ഇളയ കൊച്ചും അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ ഞാനിതും കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഭയങ്കര ഇരുട്ട് എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു പുതപ്പെടുത്ത്, നല്ല തണുപ്പുണ്ട്, പുതപ്പെടുത്ത് തല മൂടിയിട്ടാ ഞാൻ ഇരുട്ട് കാണുന്നില്ലല്ലോ. അതാണ് എന്റെ ഉദ്ദേശം. തലയും മൂടിയിട്ട് ഞാൻ പുറത്ത് പോയി ഇറങ്ങിയിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്റെ ദൈവം, നീ പാവികളെ തേടിയാ വന്നേന്ന് പറഞ്ഞിട്ട് എന്നെ പോലൊരു കൊടിയ പാവി വന്നിട്ട് നീ കാണുന്നില്ലേ, എനിക്ക് എവിടെയാ രക്ഷ വെച്ചേക്കുന്നതെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായി പോയി. എന്നിട്ട് ഞാൻ ചങ്ക് പൊട്ടി കരയുവാ അവിടുന്ന്. അപ്പോഴാണ് ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നി, രക്ഷ എനിക്കും വെച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിനെ ആര് വിളിച്ചപേക്ഷിക്കുന്നോ അവരൊക്കെ രക്ഷ പ്രാപിക്കുമെന്നാ പറഞ്ഞേക്കുന്നത് എന്നുള്ള വചനം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പം ഞാനിങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഈ 7 വർഷക്കാലം ഞാൻ ഈ കത്തോലിക്കക്കാരുടെ പുറകെ നടന്നിട്ട് ഇവരാരും പറഞ്ഞില്ലോ. അപ്പം ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ കൊച്ചിനെ ഇറക്കണം. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇറക്കാൻ ഭർത്താവ് സമ്മതിക്കുകയില്ല. അപ്പം വീട്ടിൽ കൊണ്ടുവരാൻ നാട്ടുകാരും സമ്മതിക്കുകയില്ല, പുള്ളിയും സമ്മതിക്കുകയില്ല, വീട്ടുകാരും സമ്മതിക്കുകയില്ല. അപ്പൊ ഞാൻ എന്റെ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയോട് ചോദിച്ചു ഞാൻ എന്നാ ചെയ്യണ്ടേ. അവൻ ഈ ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോ അത് ഇത്തിരി കഴിയുമ്പോ മാറും എന്നും പറഞ്ഞിരുന്ന, പക്ഷെ അതിങ്ങനെ കൂടി വരുക. എന്നാ ചെയ്ത അന്നേരത്തേനും അവന് 14 വയസ്സോളമായി. അപ്പം അങ്ങനെയാണ് ഇവനെ എന്റെ കയ്യിൽ കിട്ടുന്നത്. അവിടുന്ന് അപ്പം ഞാൻ ചോദിച്ചു. അപ്പൊ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, സത്യത്തിൽ അവനത് ചെയ്തതല്ലെങ്കിൽ അവന്റെ രക്തത്തിന് ദൈവം മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും മോളെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, അവനെ ഇറക്കി ഇങ്ങോട്ടൊക്കെ നേരം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചെന്ന് പറഞ്ഞു. ചേച്ചി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തന്നു. പൈസ ഉണ്ടാക്കി തന്നു ഞാന് പോകാനായിട്ട്. അപ്പൊ എനിക്ക് വക്കീലിനെ ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാന് നെടുങ്കണ്ടത്ത് എന്നൊരു വക്കീലിനെ കണ്ടപ്പം പറഞ്ഞു, ഇവിടുന്നൊക്കെ കൊച്ചു പോയല്ലോ, അപ്പൊ ഇനിയിപ്പോ അത് കേസ് മുട്ടത്താണ്, അപ്പൊ തൊടുപുഴയിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നെടുങ്കണ്ടത്തെ വക്കീല് തൊടുപുഴയിൽ ഒരു വക്കീലിനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അപ്പൊ എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് എന്നോട് ഒത്തിരി പൈസയൊന്നും മേടിച്ചില്ല, കുറച്ച് പൈസക്ക് മാത്രം അത് നടത്തി അവനെ ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും ചെന്ന് കണ്ടപ്പം ജാമ്യത്തിന് ഒരാൾ വേണം, എനിക്ക് ആരുമില്ല എന്റെ കൂടെ വരാനും. അപ്പം ഒന്ന് ഞാൻ മതി, ഒരെണ്ണം കരമടച്ച് രസീതുള്ള ആരെങ്കിലും വേണം. അപ്പൊ ആരെയാ വിളിക്കുന്ന, ആരുമില്ല. അവസാനം ചേച്ചി എന്നോട് പറഞ്ഞു, എന്തും വരട്ടെ ഞാൻ തന്നെ വരാം, ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കിക്കൊണ്ട് വരാൻ പോകാനായിട്ട് പോകേണ്ട സമയത്ത് എന്റെ ഇളയ ആങ്ങളെ ചെന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് മാനസിക രോഗിയാണല്ലോ, ചേട്ടനോട് പറഞ്ഞു പുള്ളി ഇങ്ങനെ ജാമ്യം എടുക്കാൻ പോകും, അവളെ വിടരുത്, അവൻ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും, ഈ അളിയൻ പോയി ഉള്ളാലെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കൊരു ഇത് അവിടെ അലമ്പായി. അപ്പം ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് വന്നാലും ഞാൻ ഈ ചേച്ചിനെ ശല്യം ചെയ്ത് ഇങ്ങനെ ചെല്ലുന്നത് കൊണ്ട്, അപ്പം ഇങ്ങനെ അവള് ഒരു ദിവസം പറഞ്ഞു, നീ എന്നെ ആശ്രയിച്ചിരുന്നാലേ ശരിയാകുകയില്ല, ദൈവത്തെ ആശ്രയിക്കണം, മനുഷ്യനിലല്ല ആശ്രയം, ദൈവത്തിൽ ആശ്രയം വേണ്ടത്. അതുകൊണ്ട് നീ എന്നെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, നീ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. കൊച്ചിനെ ജാമ്യത്തിൽ ഇറക്കി തന്നിട്ട് ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോ എവിടെ കൊണ്ടുപോകും എനിക്ക് അറിയത്തില്ല. വൈകിട്ട് 5:30 ആയപ്പം തിരുവഞ്ചൂര് ജയിലിന്റെ മുമ്പിൽ നിൽക്കുക. ഈ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലാൻ ഭർത്താവ് സമ്മതിക്കുകയല്ല, ഇളയ കൊച്ചും ഭർത്താവും വീട്ടിലുണ്ട്, അവർ സമ്മതിക്കുകയല്ല അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാന് അവിടെ അടുത്തുള്ള മമ്മീന്ന് ഞങ്ങൾ വിളിക്കുന്നത്, ആ മമ്മിയോട് വിളിച്ചു ചോദിച്ചു, മമ്മി ഞാന് അങ്ങോട്ട് വരട്ടെ, അവര് കാഞ്ഞിരപ്പള്ളിയിലാ താമസം, അപ്പം നീ വരാൻ പറഞ്ഞു, എവിടാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തിരുവഞ്ചൂര് നിൽക്കുക, ഒരു കാര്യം ചെയ്ത് നീങ്ങ് പോരെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കൂടെ എന്റെ കൊച്ചും കൂടെ ഉണ്ട്, നിന്റെ കൂടെ ആരുണ്ടെങ്കിലും നീങ്ങ് പോരെ, ഞാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങള് രാത്രി ഒരു 10 മണി ഒക്കെ ആകാറായപ്പോഴത്തേനും
കപ്പാട്ട് പള്ളിക്ക് വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ ചെന്ന് അന്ന് അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവനെ ഞാൻ കോടതിയിൽ കൊണ്ടുപോകണം. അപ്പം അതുവരെ എവിടെ കൊണ്ട് നിർത്തും എനിക്ക് ഒരു പിടിപാടുമില്ല. അപ്പം ഈ കൊച്ചിന് ട്രീറ്റ്മെന്റ് വേണമെന്ന് അവർ അന്നേ പറഞ്ഞു. കോടതിയിൽ നിന്ന് ജാമ്യം തന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നോക്കിയാൽ ഈ കൊച്ചിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പം അതിനും പിന്നെ പരിഹാരമായിട്ട് ചേച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യും, ചേട്ടന് മരുന്ന് മേടിക്കുന്നിടത്ത് പോത്തുപാറ ആശുപത്രി ഹൈറേഞ്ച് മെഡിക്കൽ സെന്ററിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അപ്പൊ അന്ന് അവിടെ ചെന്ന് പിറ്റേ ദിവസം ഈ കൊച്ചിനെ കോടതിയിലാക്കേണ്ടത് കൊണ്ട് കോടതി കൊണ്ട് ഹാജരാക്കേണ്ടത്, അതുകൊണ്ട് അവിടെ അന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസം അവിടുത്തെ ആശുപത്രിയുടെ സെല്ലിൽ അവനും ഞാനും കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പം വക്കീലിന് സംശയമുണ്ട് ഈ കൊച്ചിനെ ഞാൻ കൊണ്ട് എത്തിക്കുമോ എന്ന്. അപ്പം അവനൊരു സ്വഭാവമുണ്ട്, ഞാൻ വിഷം കൊടുത്താലും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് മേടിച്ച് കഴിക്കും. ഞാൻ വിളിച്ചാൽ എന്റെ പുറകെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടു കൂടി പക്കാവടയൊക്കെ മേടിച്ച് കയ്യിൽ കൊടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇത് പൊട്ടിച്ചു കൊടുത്ത് മുട്ടത്തിറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കോടതിയിലോട്ട് നടന്നു പോവുകയാണ്. അപ്പം ഈ പക്കാവട കുറേശ്ശെ ഈ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു. ഇത് മേടിച്ച് തിന്ന് എന്റെ പുറകെ വന്നു. അവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നു പോത്തുപാറ ആശുപത്രി തന്നെ കൊണ്ടുവന്നു. ഞാൻ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അന്ന് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നില്ല. വീട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയായപ്പം ഞാൻ അയലോക്കത്തൊരു വീട്ടിലേക്ക് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം പോയതാണെന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. ഞാൻ വഴിക്ക് വെച്ച് വണ്ടിയിൽ നിന്ന് തലകറക്കം ഉണ്ടായി, അവരെന്നെ ആശുപത്രിയിലാക്കി. ഇപ്പൊ ഇവിടെ വരെ വരണം. അപ്പൊ ഇളയ കുഞ്ഞിനെ ആരെങ്കിലും ആളുള്ളിടത്താക്കിയിട്ടേ വരാവുള്ളെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. പക്ഷെ പുള്ളി ആ കൊച്ചിനെ തനിച്ച് വീട്ടിലാക്കി ചന്നവന് 10-11 വയസ്സേ ഉള്ളൂ. തനിച്ച് വീട്ടിലാക്കിയിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു കൊച്ചിനെ വീട്ടിലാക്കിയിട്ടാ വന്നത്, അവൻ എങ്ങും പോയില്ലെന്ന് പറഞ്ഞു. അവൻ രാത്രി എനിക്ക് അന്ന് വന്നാലും എനിക്ക് അവിടെ ചെല്ലാനും പറ്റിയല്ലോ, കാരണം ഈ കൊച്ചിനെ എവിടെയെങ്കിലും ആക്കാതെ എനിക്ക് വരാൻ പറ്റിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോയി അമ്മേനെ അവിടെ ചെന്ന് ആശുപത്രി കൊണ്ടുവന്നാക്കിയിട്ട് പിറ്റേ ദിവസം ഭർത്താവുമായിട്ട് വന്നപ്പോ തലേ ദിവസം വന്നപ്പോ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു ഞാൻ 12 മണി രാത്രി വരും, അച്ചാച്ചി വരുമെന്നും പറഞ്ഞ് സിറ്റി നോക്കിയിരുന്നു, കണ്ടില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി, കഞ്ഞി വെച്ചിട്ട് അതൊന്നും കുടിച്ചില്ലെന്ന് പറഞ്ഞു. അവിടെ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ 12ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഇറക്കി കൊണ്ടുവന്നു. 18,000 രൂപയോളം അവിടെ കൊടുത്തു. അതിനെ കൊണ്ടുവന്ന് ഇതിനെ തിരിച്ചു കൊണ്ടുപോയി എവിടെയാക്കും, അതെന്റെ മുമ്പിൽ ഒരു ചോദ്യമാണ്. അപ്പൊ എന്നോട് ആ പള്ളിയിലെ അച്ഛനും റെഡ് ക്രോസിലെ അവരും ഒക്കെ കൂടെ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഒരു 500 രൂപ ഞങ്ങൾ വണ്ടിക്ക് തരാം, ഈ വണ്ടിക്കൂലി തരാം, ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കൊച്ചിന് മാത്രം നിൽക്കാനുള്ള പെർമിഷനേ ഉള്ളൂ, കൊച്ചിനെ കൊണ്ടുവന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പനക്കലച്ചനോട് പറഞ്ഞാൽ മതി, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോരണമെന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യം അവന് വേണ്ട ഡ്രസ്സ് മാത്രം എടുത്ത് ഞാൻ പോയിട്ട് ഉടനെ പോരേണ്ടതായതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും കരുതാതെ പോയി. അവിടെ ചെന്നപ്പം അവരെന്നോട് പറഞ്ഞു അത് ഈ ഹൈന്ദവരും മറ്റുള്ള മതത്തിൽ നിന്ന് ചെല്ലുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഈ ഡിവൈൻ കൂട്ടായ്മയുടെ ലീഡർ, ഒരു ശശി മാർട്ടിനാണ്. അവിടെ ചെന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഒരാഴ്ച ഇവിടുന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. ഒരാഴ്ച അവിടെ ഇരുന്നു. ആ ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും ഈ കൊച്ചിനെ നിർത്താൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഒരാഴ്ച അങ്ങോട്ട് നിൽക്കണം. ഞാൻ ഈ ഒറ്റ ഡ്രസ്സുമായിട്ടാണ് പോയത്. അപ്പം എനിക്ക് മാറാൻ വേറെ ഡ്രസ്സുകളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ചേച്ചി അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരണം, അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയും കയ്യിൽ പൈസയില്ല, കാരണം അവരൊക്കെ ബുക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് അത്യാവശ്യം ചില്ലറ മാത്രമേ ഉള്ളൂ. എന്നാലും 2 അടി വസ്ത്രവും വാങ്ങിച്ചു തന്നു, ഒരു തോർത്തും വാങ്ങിച്ചു തന്നിട്ട് അവര് പോന്നു. ഒരാഴ്ചയും കൂടെ ഞാനിരുന്നു ഈ കൊച്ചിനെയും കൊണ്ട് അവിടെ. അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് പനക്കലച്ചനെ കാണണമെന്ന് പറഞ്ഞപ്പം അവര് ചോദിച്ചു എന്നാ കാര്യമെന്ന് ചോദിച്ചു. അത് റെഡ് ക്രോസിൽ നിന്ന് അവര് കത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അവര് ആ കത്തൊന്ന് വാങ്ങിച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് നൂർത്ത് നോക്കി, വായിച്ചൊന്നും നോക്കിയുള്ളൂ. എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അവന്റെ പേരിൽ ഒരു കേസുണ്ട്, കേസ് ക്രൈമാണ്, അപ്പൊ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യം ഉറപ്പാണ്, അത് തെളിയിക്കാൻ പറ്റും. പക്ഷെ അത് കേസ് തീർക്കുന്നിടം വരെ എനിക്ക് ഈ കൊച്ചിനെ എവിടെയെങ്കിലും നിർത്താനൊരു സംരക്ഷണം വേണം. അവര് അവിടെ നിർത്തിയില്ല. അവിടെ നിർത്താതെയായിട്ട് അവര് പറഞ്ഞു അതൊന്നും പറ്റിയല്ല, അച്ഛനെ കാണാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല, കാരണം ഞാൻ സത്യം പറഞ്ഞു എന്നൊരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് എന്നെ അവര് ചവിട്ടി പുറത്താക്കും പോലെ പുറത്താക്കി. അന്ന് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് മുരിങ്ങൂര് നടു റോഡിൽ കുത്തിയിരുന്നു, നേരം വെളുപ്പിച്ചു. നേരം വെളുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് വേറെ എവിടെയെങ്കിലും മാറിപ്പോയി നിൽക്കാനോ കിടക്കാനോ എനിക്ക് പേടിയാ. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കടത്തന്നെ കിടത്തിയിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്നു, നേരം വെളുപ്പിച്ചു. അപ്പം അന്ന് ചേച്ചിയോട് ഞാൻ എന്നിട്ടൊരു ബൂത്തിൽ നിന്ന് ചെന്ന് വിളിച്ചേച്ചി ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചി നോക്കുന്ന വീട്ടില്
ലാൻഡ് ഫോൺ ഉണ്ട്. അവിടോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു 10ന്റെ പൈസ ഇല്ല, അവരെന്നെ ഇറക്കി വിട്ടു അവിടുന്ന്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു ഒരു തെറ്റേ ചെയ്തുള്ളൂ, അച്ഛനെ കാണാൻ കൂടെ എന്നെ അനുവദിച്ചിട്ടില്ല, അപ്പം നീ എന്നാ ചെയ്യുന്നേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഗോപിയോട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ഉണ്ണിച്ചേട്ടൻ ശനിയാഴ്ച വൈകിട്ട് വരുന്ന വണ്ടിക്ക് വരാൻ പറയാം, ഞാൻ പറഞ്ഞു വിടാം, കൊച്ചിനെ കൂടെ വിടാം. കൊച്ചിനെ അന്നേരം ക്രിസ്ത്യൻ ധ്യാനത്തിലോട്ട് കയറ്റി ഇരുത്തിയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇളയ കൊച്ചിനെ കൊണ്ടുവന്ന് ക്രിസ്ത്യൻ ധ്യാനത്തിലിരുത്തി പുള്ളി പൈസയുമായിട്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കണ്ടു. അപ്പം പോയി. അപ്പൊ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവിടെ ചെല്ല ഇവിടെ ചെല്ലെന്നും പറഞ്ഞു ഇവര് ഞങ്ങളെ അതിലെല്ലാം ആ തൃശ്ശൂരും എറണാകുളവും മുഴുവൻ പറഞ്ഞു വിട്ടു. ഒരിടത്തും കൊച്ചിനെ നിർത്തിയില്ല. കൊണ്ടുപോയ പൈസ മുഴുവൻ തീർന്നു. തിരിച്ചു വരണം, ഞങ്ങൾക്ക് വണ്ടിക്കൂലിയില്ല. അപ്പം കൊച്ച് വിശക്കുമ്പോ പറയും ഇടി കിട്ടിയാലും അവര് വല്ലതും തിന്നാനെങ്കിലും തരുമായിരുന്നു. അന്നേരം കൊച്ചിന്റെ അച്ഛൻ പറയും നിന്നോട് ഞാൻ പറഞ്ഞാ ഇറക്കരുതെന്ന് പറഞ്ഞ, അവൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. അവസാനം ഞാൻ ചോദിച്ചു ഈ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരാൻ എന്നെ അനുവദിക്കാവോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. നാട്ടുകാരുടെ തല്ല് ഞാൻ മേടിക്കാം, നിങ്ങൾ അനുവദിക്കാവോ എന്ന് ചോദിച്ചു വീട്ടിൽ കൊണ്ടുവരാൻ. എന്നാലും വണ്ടിക്കൂലിക്ക് പൈസ ഒന്നുമില്ല, എന്തെങ്കിലും ഇനി 1 രൂപ പോലും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമുക്ക് എങ്ങനെയാലും ഉണ്ടാക്കാം. അങ്ങനെ കട തുറന്നു കഴിഞ്ഞപ്പോ ഞാൻ ആ കടയിൽ ചെന്ന് എന്റെ അവസ്ഥ പറഞ്ഞ്, എന്റെ കാലെ കിടന്ന പോലീസ് വരെ കിടന്ന അറിഞ്ഞാണോ കൂടെ വെള്ളിയാ ഊരി അവരോട് കൊടുത്തു. ഞങ്ങളെ എല്ലാരും കൂടെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്, ഞങ്ങളെ ഇവിടെ ആരും നിർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് പറ്റാനുള്ള വണ്ടിക്കൂലിക്കുള്ളതെന്ന്. എന്റെ അവസ്ഥ കേട്ടപ്പോ അവര് 200 രൂപയും കൂടെ അതിന് കൂടുതൽ തന്നു. ഞങ്ങള് 3 പേരുണ്ടല്ലോ, ഈ കൊച്ചും ഞങ്ങൾ 2 പേരും. അപ്പം ഒരു 200 രൂപ കൂടെ അവര് കൂടുതൽ തന്നു. അതുകൊണ്ട് എന്നാ പോകാന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു വിശക്കുന്നതിന്. അപ്പൊ കൊച്ചിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേച്ച് ഈ കടയിൽ ഇരിക്കുമ്പോ തന്നെ എന്നോട് അപ്പം നെടുങ്കണ്ടത്തു നിന്നൊക്കെ പറഞ്ഞു വിട്ട് ആൾക്കാരുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറൊക്കെയാ. അപ്പൊ അവരൊക്കെ പിറ്റേ ദിവസം നേരം വെളുത്ത് പത്രം വന്നപ്പോ ചരമക്കോളം നോക്കി ഞങ്ങൾ വല്ലതും ആത്മഹത്യ ചെയ്തിട്ട് കിടപ്പുണ്ടോ എന്ന് അറിയാന്. അപ്പം അവിടുന്ന് ആ പുള്ളിയുടെ മകള് തൃശ്ശൂര് പൂങ്കുന്നത്ത് മടത്തിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വാ, എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ മുരിങ്ങൂരുണ്ട്. അപ്പം എന്നാ ചേച്ചി ഇങ്ങോട്ട് തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഭക്ഷണവും തന്നു, കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള ഏർപ്പാടും ചെയ്തു തന്നു. ചെന്നിട്ട് തൃശ്ശൂര് ആശ്രമത്തിലുള്ള ചെന്നായിപ്പാറ ആശ്രമത്തിലുള്ള ഒരു അച്ഛന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു ഈ അച്ഛനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അച്ഛനെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ ചെല്ലാനൊരു വഴി പറഞ്ഞു തന്നു. ഞങ്ങൾ അതനുസരിച്ച് അവിടുന്ന് പോയി കഴിഞ്ഞ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല. ചെന്നിടത്തെല്ലാം അപമാനമാണല്ലോ കിട്ടിയതേ, എല്ലായിടത്തൊന്നും പറഞ്ഞു വിട്ട. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇവനെ കൊണ്ട് പുറത്തു നിൽക്കാൻ, നീ തീർച്ചെല്ലാം പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞ വെച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്, ഈ കൊച്ചിനെ എനിക്ക് എവിടെയെങ്കിലും നിർത്തണം. അപ്പം ചെന്നിടത്തൊക്കെ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സത്യം പറഞ്ഞു ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരിടവും രക്ഷ കിട്ടിയില്ല, ആരും നിർത്തിയുമില്ല. ഇനി ഇവിടുന്ന് അച്ഛൻ അതാ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല മരണമല്ലാതെ. എന്നാലും സത്യം പറയാനേ എനിക്ക് പറ്റുള്ളൂ, കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കൊച്ചിന്റെ പേരിൽ ഒരു കേസുണ്ട്, കേസ് ക്രൈമാണ് പറഞ്ഞു. അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അവന് അത്യാവശ്യം മാറാനുള്ള ഡ്രസ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനെ ഇവിടോട്ട് ആക്കിയേക്കാൻ പറഞ്ഞു. ഞാനൊരു പേപ്പർ എഴുതി അത് സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം അവനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങള് പോരാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ ആരോടും പറയണ്ട, ഇവിടെ ആർക്കും ഇത് അറിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ ചെറിയ കൊച്ചുങ്ങൾ മുതൽ മാനസിക രോഗികളല്ലാത്ത രോഗികൾ ആരും ഇല്ലാത്തവര് അപ്പം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു 450 പേരോളം ഉണ്ട്. അപ്പൊ ആ കൂടെ ഇവനെ അങ്ങോട്ട് നിർത്തി കേസിന്റെ സമയമാകുമ്പോൾ ചേച്ചി വന്ന് കൊച്ചിനെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ആക്കിയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ആക്കി വെച്ച് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കേസിന്റെ സമയമാകുമ്പോ അച്ഛനെ വിളിച്ചു പറയും, ഞാൻ ചെന്ന് കൊണ്ടുവരും. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം ഇതുപോലെ അവൻ വയലന്റ് ആയി കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു എനിക്ക് നോക്കാൻ ഇവനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ കയ്യില് ഒരു 5ന്റെ പൈസ എടുക്കാനില്ല, അച്ഛൻ ഒരു 2-3 ദിവസം കൊണ്ട് ക്ഷമിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തൊരു ചേച്ചിയോട് ചോദിച്ചു എനിക്ക് ഇച്ചിരി പൈസ എവിടുന്നേലും മറിച്ച് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു സംഘത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അത് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തു. അപ്പൊ ഇനി എവിടാ കൊണ്ടുപോകുന്നത്? അപ്പൊ അതുകൊണ്ട് ഒരു നിവർത്തിയില്ല. അപ്പം 3 മാസം കഴിയുമ്പം ആ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേര് ജയിലിൽ ചാടാൻ ശ്രമിച്ചു. ഇവനെ ഞാൻ
പുറത്തിറക്കി. ആ പിള്ളേരെ ഇറക്കാൻ ആരുമില്ല. ആ കൊച്ചുങ്ങളുടെ അവസ്ഥ അതാണ്. കാരണം തള്ള ഉപേക്ഷിച്ചു പോയി, തന്തയില്ല. പിന്നെ ആ കൊച്ചുങ്ങൾക്ക് കൂലിവേല എടുക്കാനുള്ള പ്രാപ്തിയില്ല. അതുങ്ങൾക്ക് മോഷ്ടിക്കാനല്ലാതെ വേറെ ഇല്ല, നോക്കാൻ ആളില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ പിള്ളേർ ആ അവസ്ഥയിലേക്ക് പോയത്. ആ കൂടി ഇതും കൂടെ കൂടിയത് കൊണ്ട് ഇവൻ മോഷ്ടിക്കാനൊന്നും പോയില്ല. പക്ഷെ ഈ എടുത്തോണ്ട് വന്ന പൈസ എണ്ണാൻ കൂടിയത് കൊണ്ട് മോഷണം ഇവൻ ചെയ്തു എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. കാരണം സ്വന്തം കാൽച്ചോട്ടിൽ ഇരിക്കുന്ന അരുമ ചില്ലറ സൂക്ഷിക്കാനും നോക്കാനും പറ്റാത്ത ദൈവങ്ങള് മനുഷ്യനെ രക്ഷിക്കുകയില്ല, കാക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അതോടെ ആ ഒരു കാര്യം മനസ്സിലായി. അപ്പം വീണ്ടും ഞാന് ഈ കൊച്ചിനെ കൊണ്ടുവരാൻ പോണല്ലോ, എവിടെ കൊണ്ടുവന്നാ ഒരു പിടിയില്ല. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് നടന്ന വഴി അവരൊരു സഹായം എനിക്ക് ചെയ്തു തന്നു. എറണാകുളത്ത് ചെന്നപ്പം, ഡോൺ ബോസ്കോയിൽ ചെന്നപ്പം ഒരു സഹായം ചെയ്തു. ഇളയ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയാരെ ഞങ്ങൾ നോക്കാവുന്നതായി. അപ്പൊ ഈ മൂത്തനെ കൊണ്ട് നടക്കുമ്പം ഇളയതിനെ നോക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാന് ആ കൊച്ചിനെ അവിടെ കൊണ്ടേ ആക്കാനുള്ള ഏർപ്പാട് ചെയ്യാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, ഈ കൊച്ചു പുറത്തിറങ്ങിയിട്ട് എവിടാന്ന് അറിയത്തില്ലാത്തോണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കൊന്നു കളഞ്ഞു. അപ്പം എന്റെ ഇളയ കുഞ്ഞിനോടും അവര് പറഞ്ഞു കൊടുത്തു, അവള് വേണേ അതിനെ കൊന്നതായിരിക്കും. അപ്പൊ ഇളയ കൊച്ചിന് എന്നോട് സംശയമായി. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അവൻ കഴിക്കുകയില്ല. അപ്പം അവന് ഒരു പേടിയൊക്കെ, എന്നോട് അങ്ങനെ വലിയ മിണ്ടാട്ടമില്ല. എപ്പോഴും ഇവന്റെ കണ്ണ് നിറഞ്ഞേ ഇരിക്കുള്ളൂ. കാരണം അവര് തമ്മിൽ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, അമ്മ സത്യത്തിൽ ചേട്ടായി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു, അതെന്നാ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പം അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു വാറണ്ട് വന്നു, കൊലക്കേസിൽ പ്രതിയായിട്ട്. വാറണ്ട് വന്നു കഴിഞ്ഞപ്പം അന്നേരം എനിക്ക് മനസ്സിലായി, നാട്ടുകാർ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കൊച്ചിങ്ങനെ ഇത്. ഞാൻ പറഞ്ഞു, കൊച്ചിന് ചേട്ടായിയെ കാണണോന്ന് ചോദിച്ചു. കാണണോന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അച്ഛനോടൊന്ന് അനുവാദം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇവനോട് പേടിയായി, ഇവൻ എവിടെ ഉണ്ടെന്ന് പറയാൻ. ആൾക്കാർ വല്ലതും നോക്കി വെച്ചിട്ട് ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്താതാക്കിയെങ്കിലോ എന്ന്. കേസ് തീരുന്നിടം വരെ നിർത്തണമല്ലോ. അങ്ങനെ ഞാൻ മടുത്തു കഴിഞ്ഞ് ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞു, ഞാന് തിന്മയോടും നാട്ടുകാരോടും വീട്ടുകാരോടും നീതിക്ക് വേണ്ടി നിയമത്തോടും ഒക്കെ പോരാടുക. അതിനിടയ്ക്ക് ഞാൻ ഉരുണ്ടു വീണ് മരിച്ചു പോയാൽ ഈ കൊച്ചു എവിടാ നിൽക്കുന്നതെന്ന് നിന്നോട് ചോദിച്ചാൽ നിനക്ക് അറിയത്തില്ലല്ലോ, നീ അറിയണം എവിടാ നിൽക്കുന്നതെന്ന് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കൊണ്ടേയാക്കി. അപ്പം അത്ര വലിയ ഓർമ്മയൊന്നും ചേച്ചിക്ക് അങ്ങനെ കിട്ടാറില്ല. ചേച്ചി അധികം പഠിച്ചതും ഒന്നുമല്ല. പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ എണ്ണിപ്പെറുക്കി എടുത്തു കഴിയുമ്പം ചിലപ്പം പച്ച തെറിയായിരിക്കും വായിച്ചു വിടുന്നത്. എന്നാൽ ബൈബിള് വായിച്ചോട്ടെ, ഒരക്ഷരത്തിന് പോലും ഒരു മാറ്റവും ഇല്ലാതെ നല്ല കൃത്യമായിട്ടും സ്ഫുടമായിട്ടും വായിക്കും. അതാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓർത്തിരുന്നു. അന്നേരം പറഞ്ഞു, ഞാൻ ഓർത്തിരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓർത്തിരിക്കൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാലും നീ അറിയണം, എവിടാ നിൽക്കുന്നതെന്ന് അറിയണം. അവൻ എന്റെ അടുത്തുണ്ട്, നീ നിന്നെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വരാത്തത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തെന്നാ ഈ കൊച്ചിനെ കൊണ്ടുപോയി അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് ഒരു ഓണത്തിന് അവിടെ ചെന്നു. അവിടെ ചെന്ന് ആ കൊച്ചിന്റെ അടുത്തിരുത്തി ഇവനെ ഞാൻ ഭക്ഷണം കഴിപ്പിച്ചു. അന്നേരം ഇവന് മനസ്സിലായി ഞാൻ ആ കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ, ആരേലും നിന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ട് നീ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടായിക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും, അവൻ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും, നാട്ടുകാർ അവനെ കൊണ്ട് മുതലെടുത്തോണ്ടിരിക്കുവല്ലേ മോനെ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് കുഴപ്പമില്ലാതെ സ്കൂള് തുറക്കാറായപ്പോ ഇവനെ കൊണ്ടുവന്ന് ഞാൻ ഈ എറണാകുളത്ത് പള്ളുരുത്തിയില് ഡോൺ ബോസ്കോയിൽ നിർത്തി അവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവനെ കൊണ്ടുവന്ന് കേസൊക്കെ തീർന്നു കഴിഞ്ഞപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ അങ്ങ് പഠിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ ചെല്ലുമ്പോൾ ഇവരെന്നെ അപമാനിക്കുവോ ഓരോരുത്തരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പള്ളിയിൽ പോക്കൊക്കെ അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ അച്ഛനെ വീണ്ടും വിളിച്ചപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ നിന്നോട് ഒരു സത്യം പറയാമെന്ന് പറഞ്ഞു. ഞാനൊക്കെ സഭയുടെ ചട്ടക്കൂട്ടില്ല, നീ അതല്ലല്ലോ. സത്യം തിരിച്ചറിയണമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലൊന്നും പോകണ്ട, കോട്ടയ ആശ്രമത്തിലൊന്നും ചെന്ന് നായ്ക്കമ്പറമ്പിൽ അച്ഛനെ കാണാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടു, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്, സത്യം അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യം അറിയാൻ ഞാനിങ്ങനെ നടന്നു. എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ചെന്ന് കയറിയത് കോഴിക്കോട് ആനന്ദ യോഗശാല സെക്രട്ടറി സ്വാമി ജ്ഞാനോദയന്റെ അടുത്ത്. ഇപ്പം ആ പിള്ളേ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, പിന്നെ ഏത് പള്ളിയിലാ പോകുന്നത്? ഞാൻ പറഞ്ഞു, കത്തോലിക്ക പള്ളിയിലാ പോകുന്നത്. അപ്പൊ എന്നിട്ട് അച്ഛനൊന്ന് സഹായിച്ചില്ലേ?
കൊച്ചിനെ ഇറക്കി കൊണ്ടുതരാൻ പറഞ്ഞേച്ച അച്ഛൻ നിന്നു. ഞാൻ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് വരുന്നതിന് 2 ദിവസം മുമ്പേ അച്ഛൻ ഡൽഹിക്ക് പോയി. പിന്നെ ഞാൻ ഈ കൊച്ചിനെ കണ്ട് നാട് മുഴുവൻ നടന്നു. ഇപ്പൊ അവിടെ കൊണ്ട് നിർത്തിയിരുന്നത്. അതും രക്ഷയില്ലെന്നുള്ള അവസ്ഥയായി. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കിയാ നടന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്കിതുണ്ടോ അറിയാവോ? ഹൈന്ദവ കുടുംബത്തിലൊക്കെയാ ജനിച്ചത്. എന്റെ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ 8ാം തലമുറയിലെത്തി. പുനലൂർ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിന്റെ പൂട്ട് അതിന്റെ 2 സൈഡിലും 2 കിണർ വീതമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ആ കിണറ്റിലെ പൂട്ട് തെറച്ചത് എന്റെ അമ്മയുടെ അപ്പൂപ്പന്റെ വകയിലുള്ള അപ്പൂപ്പനാണ്. അപ്പൊ ഞാൻ 8ാം തലമുറ വരെ ആയെന്ന് പറഞ്ഞപ്പോ ആ ശാപം എത്ര നാളിങ്ങനെ കിടക്കുമെന്ന്. ആദ്യം അവിടെ മനുഷ്യനെയായിരുന്നു കുരുതി കൊടുക്കുന്നത്. ആ പുള്ളി 4ാമത്തെ കിണറ്റിൽ ഇറങ്ങി പൂട്ടിയിട്ട് കയറി വന്നില്ല. സായിപ്പ് കൊന്നു കളയാൻ നിന്ന് ഇനി അതുപോലെ ഒരു പാലം വേറെ ഒരെണ്ണം വരരുതെന്നുള്ള അവരുടെ നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അത് ഈ പുള്ളി അവിടുന്ന് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇതിലെ പോയ നിരത്തിൽ ആരും കണ്ടിട്ടുമില്ല. പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു അമ്പലം അവിടെ പണിത്, ഒരു മൂർത്തിക്കാവ് അവിടെയാണ് വെച്ചേക്കുന്നത്. മനുഷ്യനെ കുരുതി കൊടുക്കുന്നത് ആദ്യകാലത്ത്. പിന്നീടായപ്പോ അത് ആടായി, പിന്നെ കോഴിയായി, ഇപ്പൊ അവിടെ കുമ്പളങ്ങയാ വെട്ടുന്നതെന്ന് എന്റെ അമ്മ പറഞ്ഞ് അറിയാം. അപ്പം അങ്ങനെയുള്ള തറവാട്ടിൽ നിന്നൊക്കെ വന്നത് കൊണ്ടും എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല ഇതെന്നാ പറയാ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നതാന്ന് അറിയാതെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? എന്നോട് പറഞ്ഞു, അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നയിക്കണേ. തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണേ. മൃത്യോമ അമതംഗമയ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് തന്നെ നിത്യജീവനിലേക്ക് നയിക്കണേന്നാന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന് ഈ കൊച്ചിനെ കൊണ്ടുവരാൻ പോകണം. അപ്പൊ കേസും ഒക്കെ തീർന്നു. കേസ് തീർന്നെങ്കിൽ ഇവന് ഇടയ്ക്കിടയ്ക്ക് ആള് വയലന്റ് ആകും. അപ്പൊ അവന് ഇത്തിരി കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വെച്ചോണ്ടിരുന്നു. അപ്പം അങ്ങനെ കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞപ്പം അത് കുഴയാൻ കാര്യം വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ഓർത്ത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബൈബിൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം അന്ന് POCയുടെ ബൈബിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 1 തിമോത്തിയോസിന്റെ 2ന്റെ 4ഉം 5ഉം തിരുവചനത്തിൽ പറഞ്ഞ് എല്ലാ മനുഷ്യനും സത്യം അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യന് മധ്യസ്ഥന് ഒരുവനേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു മധ്യസ്ഥനെ ഉള്ളെങ്കിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാ പോരെ, എന്തിനാ മറ്റുള്ള ദൈവങ്ങളെ വിളിക്കുന്നത്? അപ്പം മധ്യസ്ഥന്മാർ ഒരുപാടാണ് കത്തോലിക്കക്കാർക്ക്. അതുകൊണ്ട് ആ മധ്യസ്ഥന്മാരെയൊക്കെ വെച്ചു പൊന്തയൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ച് അന്നേരമാണ് ആ അച്ഛൻ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നത്. അവരൊക്കെ സഭയുടെ ചട്ടക്കൂട്ടില സത്യം അറിയാൻ. നീ സ്വതന്ത്രയല്ല കുഞ്ഞെ, നിനക്ക് സത്യം അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ കൊച്ചിനെ കൊണ്ട് ചെല്ലുമ്പോഴെല്ലാം പറയും, അവനെ എന്നാ ചെയ്യണമെന്നോ എവിടെ കൊണ്ടുപോകണമെന്നോ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ആരൊക്കെ ഉപേക്ഷിച്ചാലും അവന്റെ അമ്മ അവനെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അതും ഈ ബൈബിളും കൊണ്ട് നിന്ന് പ്രസംഗിക്കുന്ന കാണുന്നതെന്ന് പറഞ്ഞു. ഈ ചിന്തയും കൊണ്ട് ഇങ്ങനെ ഞാൻ നടക്കുക. അപ്പോഴും പുള്ളിക്ക് ഒരു വിശ്വാസവും ഇല്ല. എന്നോട് പറഞ്ഞു, യേശുക്രിസ്തു നൂലേക്കിറങ്ങി വന്ന് രക്ഷിക്കുമല്ലെന്ന് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അഥവാ രക്ഷിക്കുവാണെങ്കിൽ അന്ന് നിങ്ങൾ പറയുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാശിയോടെ ഇങ്ങനെ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ജീവിച്ചിരുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ, വീട്ടിലിരുന്നാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാന് സത്യത്തിൽ അന്നാണ് ഞാൻ മനസ്സിരുത്തി ഒന്ന് ആഗ്രഹിച്ചു, എന്റെ മൂത്ത സഹോദരൻ എന്റെ വീട്ടിലൊന്ന് വന്നെങ്കിൽ. കാരണം പുള്ളി വിശ്വാസത്തിലാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവിടെ വരണമെന്ന് ആത്മാവിൽ പ്രേരിപ്പിച്ച് തോന്നിച്ചതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ പുള്ളി വരുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുവരാൻ പോവുക. കൊച്ചിനെ കൊണ്ടുവരാൻ പോകുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇളയ കൊച്ചു നിൽക്കുന്നിടത്ത് എന്ന് അച്ഛനോട് പറയണം, അത് പറക്കപ്പരുവാകുന്നിടം വരെ അവന്റെ അച്ഛൻ വന്ന് വിളിച്ചാലും അവനെ വിടരുതെന്ന് പറയണം. കാരണം പുള്ളി നോക്കുകയല്ല, പുള്ളിയുടെ ശ്രദ്ധ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് പറയണം. ആർക്കും വേണ്ടാത്ത ഈ കൊച്ചിനെ കൊണ്ട് വരിക. അവനെ എന്റെ ചുരിദാറിന്റെ ഷാളിന്റെ അടുത്ത് അവന് ഞാനിങ്ങനെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് ഒന്നെങ്കിൽ കൊച്ചിക്കായലിൽ ചാടുക, അല്ലാണ്ട് റെയിൽ പാളത്തെ തലവെക്കുക. ഇതായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ സമയം പോകാൻ വേണ്ടി ഞാനിതിങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുവാണ്. അപ്പം വായിച്ചോണ്ടിരുന്നപ്പം ഈ 3 ദിവസം കൊണ്ട് അപ്പൊ ഒരു കക്ഷി ഇത്തിരി പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്തിരി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. നോക്കിയിരിക്കുമ്പം ഇങ്ങനെ വരുക. അപ്പം ഈ പുള്ളി വന്നു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാന് ഒരു കാര്യം ചെയ്തു. പുള്ളി വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതെ ഞങ്ങളുടെ പാസ്റ്ററേയും കൂട്ടി ഒന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, പാസ്റ്ററേയും കൂട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങേര് വല്ലതും പറയും, പാസ്റ്റർ വല്ല ശാപവും തരും, ആ ശാപവും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ശപിക്കുന്ന ദൈവദാസനല്ല,
അനുഗ്രഹിക്കാനേ പുള്ളിക്ക് അറിയത്തുള്ളൂ. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ചർച്ചിലെ ദൈവദാസൻ ആ വീട്ടിൽ വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരുന്നു. അപ്പം വന്നു. പുള്ളി വരുവേൻ ഞാന് ഈ പുള്ളിയെ കാണണമെങ്കിൽ രാത്രി 12 മണി, 1 മണി, 2 മണിയൊക്കെ ആകുമ്പോൾ വന്നാലേ കാണത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാറേ, പുള്ളി ഒരു വക്കീലും കൂടിയാണ്. അപ്പം സാറേ, ഈ കക്ഷിയെ കാണണമെങ്കിൽ ഇങ്ങനെയാ, പുള്ളി ചീട്ട് കളിക്കാൻ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അന്നേരം എന്നോട് പറഞ്ഞു, സഹോദരി ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം എന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ്, ചോദിച്ചാ വീട്ടിൽ കാണുവോ, ഒന്ന് വരാനെന്ന് ചോദിച്ചു. അതിനെന്നാ അപ്പാനെ എന്നാ വിളിക്കുന്നത്, അതിനെന്നാ അപ്പാനെ, ഞാൻ വീട്ടിൽ കണ്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും കൂടെ വന്നു. വന്നിങ്ങനെ പുള്ളിയോട് വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പാസ്റ്റർമാരുടെ എന്ന് കേൾക്കുന്നത് പുള്ളിക്ക് ദേഷ്യമാണ്. ഏതായാലും വേണ്ടിയില്ല, വന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചിട്ട് എന്നാണേലും ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, എന്നെ പള്ളിയിൽ കൊണ്ടുപോകാനും പള്ളിയിൽ കൂട്ടാനും ആരും വിചാരിക്കരുത്, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. അവര് വീണ്ടും ഇങ്ങനെ തന്നെ വന്നു. അപ്പം അങ്ങനെ അവിടെ ഞാൻ പള്ളിയിൽ പോകും, സഹോദരിമാരുടെ കൂട്ടായ്മ ഉണ്ട് വെള്ളിയാഴ്ച പകല്. അപ്പൊ ഞാൻ പോകും, പോയിട്ട് വരും. ആദ്യമൊന്നും ചെന്നിരുന്ന പാസ്റ്ററുടെ ഭാര്യ എന്നോട് ചോദിക്കും, എങ്ങനെയാ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? കാരണം എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയല്ല, എനിക്ക് അവിടെ ചെന്നിട്ട് കരയാനേ പറ്റുള്ളൂ. കാരണം എന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് വിടാൻ സഹായിച്ച് ആ അവര് തന്നെ ആ ആശ്രമത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, നമ്മുടെ സഹായമൊന്നും ഇനി അവർക്ക് വേണ്ട, അവര് വൃത്തികെട്ട വഴിയെ പോയെന്ന് പറഞ്ഞു. അപ്പം വൃത്തികെട്ട വഴിയെ പോയതുകൊണ്ട് ഒരു കേസിൽ പ്രതിയാക്കിയല്ലേ വന്നേ, അങ്ങനെ തന്നെ അവനെ അങ്ങ് വിട്ടാര്. അന്നേരത്തിന് കേസ് തീർത്തു. കൊച്ചത് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിച്ചു. അവനെ കുറ്റവിമുക്തനാക്കി വിട്ടു തന്നു. അവനെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അവിടെ പഠിപ്പിക്കാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തത്തുല്യതാ പരീക്ഷ എഴുതിക്കാനായിട്ട് ഇനി വിടാം. 7ാം ക്ലാസ്സിൽ 3 വർഷം പോയിട്ട് 3 വർഷവും പൂർത്തിയാക്കിയില്ല, പകുതിയെ നിർത്തിപ്പോയി. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് അവനെ 10ാം ക്ലാസ്സിൽ നമുക്ക് പരീക്ഷ എഴുതിക്കാൻ ഞാൻ പഠിപ്പിക്കാം, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ട് അവര് ആ കൊച്ചിനെ അവിടെ അടിച്ചിറക്കി വിട്ടു. അപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവര് കൊണ്ടുവിടാൻ സഹായിച്ച് അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും നമ്മൾ അറിഞ്ഞില്ല. കാരണം നമുക്കൊരു ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല. മടവും പൊളിച്ചുകൊണ്ട് ഓടിപ്പോയി എന്ന് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാ കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ അവന് കൗൺസിലിംഗ് കൊടുക്കാനും അവനെ നോക്കാൻ പോകാനും ചെമ്പകപ്പാറയിൽ നിന്നൊരു ഡോക്ടർ വരാമെന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളി ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വരാൻ വന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛൻ നാളത്തെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരും എന്ന് പറയുമ്പോ വിളിക്കുമ്പോ ചോദിക്കുക, രമേശ് അങ്ങ് വന്നല്ലേ എന്ന് ചോദിച്ചു. മോൻ അങ്ങ് വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നില്ല. അച്ഛൻ എന്നാ പറഞ്ഞത്, രമേശ് അവൻ ഇവിടുത്തെ പോയിട്ട് 5 ദിവസമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, എന്റെ ദൈവമേ, ഒരു ഫോൺ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ കൊച്ചു പോയപ്പോ അറിഞ്ഞാൽ. എല്ലാരും അറിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. കാരണം ഞങ്ങള് അതിലൂടെ നടക്കുമ്പോൾ ഒരു പുഴുത്ത പട്ടിയെ കാണുന്ന പോലെയാ മനുഷ്യന്മാർ ഞങ്ങളെ കാണുന്നതും കല്ലെറിയാൻ നിൽക്കുന്നതും അതുപോലെ. അപ്പൊ ഒരു കാലം വെള്ളം കോരാൻ ചെന്നപ്പം പോലും ആ മനുഷ്യൻ പറഞ്ഞു, വെള്ളം കോരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു കാലം വെള്ളമില്ല എടുത്തുള്ളൂ, ഇനി വരികയല്ല, ഇത് കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പം വേണ്ടെന്നല്ലേ പറഞ്ഞേ, പള്ളി പൊളിച്ചവൻ എന്നെ പൊളിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. ആ ഏലത്തിന്റെ മൂട്ടിലേക്ക് ഒഴിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏലത്തിന്റെ മൂട്ടിൽ നിന്നല്ല ഞാൻ വെള്ളം എടുത്ത് ഓലിന്ന്, ഓലിക്കകത്ത് ഒഴിച്ചേക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പം കേൾക്കുന്നു ആ പുള്ളിയുടെ ഓലിക്കകത്ത് പട്ടി തൂറിയത്. അതേ അവസ്ഥയല്ല, വെള്ളം പോലും കോരിക്കുകയല്ല. അപ്പം അങ്ങനെ ഇരുന്നിടത്ത് ഇവരെല്ലാം ഇങ്ങനെ അപമാനിക്കുക, നമ്മളെ കാണുമ്പോ അപമാനിക്കുക. ആ പാസ്റ്ററാണേലും ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച വീട്ടിൽ വന്ന. കാരണം വരുമ്പോഴെല്ലാം പറയാ, കള്ളന്റെ കൊള്ളക്കാരന്റെ ഒക്കെ കൂടെയാ കൂട്ട് പോകുവാണ് എന്ന് പറഞ്ഞാ പറയുന്നത്. അവരതൊന്നും കാര്യമാക്കാതെ വന്ന് രാത്രി 12 മണിയൊക്കെ ആകുമ്പോ പോലും വീട്ടിൽ വന്നിട്ടുണ്ട് ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞ് കൊച്ചു ഇറങ്ങിപ്പോയി, എവിടാന്നറിയത്തില്ല. അപ്പൊ അങ്ങനെ ആകെപ്പാടെ വിഷമം. കൊച്ചു പോയി 5ാമത്തെ ദിവസം അറിയുന്നത്. അന്നേരം ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എത്ര നാള് പാസ്റ്റർ കാല് മരുന്നും തേച്ചെന്ന് പറഞ്ഞ പോലെ വന്നതാ, അത് പള്ളി വരാന്ന് സമ്മതിക്കുകയില്ല, വരുകയില്ല, പിന്നെ എങ്ങനെയാന്ന് പറയാം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പള്ളി വരാം എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്ററോട് ഇടംപിരി പറഞ്ഞപ്പോഴേ പാസ്റ്റർ പറഞ്ഞു, സഹോദര, കർത്താവ് നോട്ടം വിട്ടോ, കടക്കെ കോടാലി വെച്ചോ, ഞാനല്ലെങ്കിൽ മറ്റൊരാള് വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് പറഞ്ഞിട്ട് എന്റെ സഹോദരനോട് പറഞ്ഞു, അവൻ ചേട്ടാ അത് നമുക്കുള്ളതാണ്. പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ കൊച്ചിനെ കാണാതായപ്പോ എന്നോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ വരാമെന്ന് പറഞ്ഞു വെച്ചിട്ട് തമിഴ്നാടിന് കന്നുകാലിക്ക് തീറ്റ എടുക്കാൻ പോകാനായിട്ട് ആരുടെ കൂടെ പോയപ്പം അവിടുന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ മേടിച്ചുകൊണ്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു നല്ല കാര്യമാണ് സഹോദരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു സിം എടുക്കാനായിട്ട് നെട്ടോട്ടം നടന്നു. അന്നൊക്കെ BSNLന്റെ സിം മാത്രമേ ഉള്ളൂ, കിട്ടാൻ വലിയ പാടുക. അപ്പൊ രാത്രി ഒരു 3 മണി ആകുമ്പോൾ വെളുപ്പിന് 3 മണി ആകുമ്പോഴൊക്കെ പോയി ക്യൂ ഒക്കെ നിന്നിട്ടുണ്ട് സിം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 3 പേരുടെ മുമ്പിൽ വന്നപ്പം വരെ തീർന്നു പോയി. എന്നാലും പോയി കഷ്ടപ്പെട്ടൊരു സിമ്മും കൂടെ എടുത്തു കഴിഞ്ഞപ്പം എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പം ആ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ചേച്ചിയുടെ മോനാ എടുത്തത്. ചേച്ചിയുടെ മോൻ ഒരു ഭാഗത്താണ്. അവൻ എടുത്ത ചോദിച്ചു, ഇത് എവിടെ നിന്ന് ആനന്ദിച്ചെത്തി വിളിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ഞങ്ങളൊരു മൊബൈൽ ഫോൺ എടുത്തു മോനെ, അപ്പൊ അതിൽ നിന്ന് ഞാനൊന്ന് വിളിച്ചതാന്ന് പറഞ്ഞു. എന്നാ ആ നമ്പർ ഒന്ന് നേരം വല്ല ആവശ്യവും വന്നാൽ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്ത് അവിടെ കൊച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ശനിയാഴ്ച ഒരു സെക്കൻഡ് സാറ്റർഡേ എല്ലാ രണ്ടാം ശനിയുടെ അന്നും അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും ഒരു പാസ്റ്റർ പുറത്തുനിന്ന് വരും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അന്ന് ഞങ്ങൾ ചെല്ലുമ്പം അന്ന് വന്നത് പിന്നെ ഒരു പ്രേംരാജ പാസ്റ്റർ IK നായനാരുടെ പെങ്ങടെ മകൻ, കണ്ണൂരുകാരൻ. അപ്പൊ ആ പുള്ളിയാ അന്ന് വന്നത്. പുള്ളിയുടെ സാക്ഷിയൊക്കെ കേട്ടോണ്ടാണ് ക്ലാസ്സും സാക്ഷിയും ഒക്കെ കേട്ടോണ്ടാ ഞങ്ങൾ അന്ന് ചെല്ലുന്നത്. ഏതായാലും ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോ ഒരു 11 മണി കഴിഞ്ഞു ചെല്ലുമ്പം. അപ്പം 11 മണി കഴിഞ്ഞ് ചെന്ന് 1 മണിക്ക് അന്ന് തീരുന്നത്. കുറെ സമയം ഇരുന്ന് കഴിഞ്ഞ് വെച്ചിട്ട് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പൊക്കോളാൻ സാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പകുതിയിലല്ലേ വന്നേ, അടുത്ത ആഴ്ച നേരത്തെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനം എടുത്തു. 3-മത്തെ ദിവസം ഈ കൊച്ചു ഞങ്ങളെ വിളിക്കുവാണ്. എവിടാന്ന് അറിയത്തില്ല നടന്ന കൊച്ച്. അപ്പം പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, ആങ്ങളെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ കൊച്ചിനെ കാണാനില്ല, അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞു ചെന്നപ്പം ആങ്ങളെ എന്നോട് പറഞ്ഞു നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ചെന്നപ്പോ എന്നോട് പറഞ്ഞു, സഹോദരി നമ്മുടെ കണ്ണിനെ ഉള്ള എല്ലാം മറവ്, കർത്താവിന്റെ കണ്ണിന് ഒന്നും മറവില്ല, അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സാറിന് അറിയാമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലെന്ന്. അത് ശരിയുവാ. കാരണം ഞാൻ ചങ്കുപൊട്ടി കരയെ, കൊച്ചെവിടാന്ന് അറിയത്തില്ല, ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാ. അപ്പം വല്ലവരുടെയും കയ്യിൽ കിട്ടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാ. ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു സാറ്. അന്നേരം ചേച്ചിയോട് പറഞ്ഞു, അതെ ജെസിമോളെ, ആ സഹോദരിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുകയില്ല, അതുകൊണ്ട് ഭൂമിയിൽ 2 പേര് ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടെ ആ കൊച്ചിന് വേണ്ടിയിട്ടൊന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചല്ലോ. അതിനെന്നാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവര് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പുള്ളി ആരാധനയ്ക്ക് പോകാൻ രാവിലെ തന്നെ വരാവുന്ന തീരുമാനം എടുത്ത് 3-മത്തെ ദിവസം കൊച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ സാറിനോട് ചെന്ന് പറഞ്ഞു, സാറെ കൊച്ചിങ്ങനെ വിളിച്ചു, അപ്പം അവന് എവിടെയാണെന്ന് ചോദിച്ചു. പൊള്ളാച്ചിയിലാന്ന് പറഞ്ഞു. അപ്പൊ അവര് ദേഹോദ്രവം ചെയ്തു. ഇവ നിന്നടുത്തുനിന്ന് അവര് ദേഹോദ്രവം ചെയ്ത് ചൂരലിനെ അടിച്ചപ്പം ഇവര് വിളിച്ചു പറഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്തു. ചൂരലിനടിപ്പോ അവൻ ആ വടി പിടിച്ചു മേടിച്ച് അടിക്കാൻ ഓങ്ങിയപ്പം അവൻ അടിച്ചില്ല. അന്നേരം അവൻ പറഞ്ഞു, കോടതി തിണ്ണയിൽ നിന്ന് ചങ്ക് പൊട്ടി കരയുന്ന തള്ളയുടെ കണ്ണീരും മുഖവും എന്റെ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ അടിക്കുന്നില്ലെന്ന് പറഞ്ഞ വടി ഇട്ട് കൊടുത്തിട്ട് അവൻ അവിടുന്ന് പോകുമായിരുന്നു. പോയി പെരുമ്പാവൂര് വരെ വരാനുള്ള വണ്ടിക്കൂലിയോ കാര്യങ്ങളോ. പെരുമ്പാവൂര് വന്നൊരു തടിമില്ലി വന്ന് നിന്നു. തടിമില്ലി വന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊള്ളാച്ചിന്ന് സാധനവും കൊണ്ട് ഈ കേരളത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി കോഴിക്കൂട്ടിലിടാനായിട്ട് അറക്കപ്പൊടി എടുത്തോണ്ട് പോകും ലോറി. അപ്പൊ അങ്ങനെ അറക്കപ്പൊടി എടുക്കാൻ ചെന്നപ്പോ ഒരു തമിഴന്റെ കൂടെ കൂട്ടുപിടിച്ച് ആ വണ്ടിയെ കയറി പൊള്ളാച്ചിക്ക് പോയി. പൊള്ളാച്ചി പോയിട്ട് ഒരു RNS ഫുഡ് പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു, അവരുടെ കൂടെ എങ്ങാണ്ട് നിന്ന് 2 പ്രാവശ്യം കേരളത്തിലേക്ക് ചരക്കും കൊണ്ട് വരും ആഴ്ചയില്. അപ്പം അങ്ങനെ വന്നപ്പം ഒരു ദിവസം എന്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം മകനെടുത്തപ്പം നീ എവിടുന്നാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ എറണാകുളത്തു നിന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അപ്പനും അമ്മയൊക്കെ ബന്ധിക്കോസിൽ പോയി കൂടി ചേർന്നു. ഇച്ചിരി പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഒരു മൊബൈൽ മേടിച്ചു. നമ്പർ വേണേ തരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കൻ പറഞ്ഞു അത് മേടിയില്ലെന്ന് പറഞ്ഞ് അത് മേടിച്ചു വെച്ചിട്ട് കയറി പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തോണ്ട് ഒരു 3.5-4 കിലോമീറ്റർ ദൂരം ടൗണിൽ പോയി ആ കുത്തിയിടുന്നത്. കാരണം അയൽവാസികളെല്ലാം ഞങ്ങളെ
അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെടുത്തി ഇട്ടേക്കുന്നതാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് എല്ലാം ദ്രോഹമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയൊന്നും പോകാതെ ഞങ്ങളിങ്ങനെ ടൗണിൽ കൊണ്ട് കുത്തിയിട്ടിരുന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എവിടെ വെച്ചപ്പം പൊള്ളാച്ചിയിലാന്ന് പറഞ്ഞു. അവിടെ എന്നാ പരിപാടി എന്ന് ചോദിച്ചു. അവിടെ ഇങ്ങനെ ആർനെസ് ഫുഡ് പ്രൊഡക്റ്റിന്റെ കമ്പനിയിൽ അവരുടെ വണ്ടിയെ പോവുക എന്ന് പറഞ്ഞു. ആഴ്ച 2 ദിവസം കേരളത്തിൽ വരുന്നുണ്ട്, അന്നേരം ഒന്ന് വിളിച്ചതാന്ന് പറഞ്ഞു. ഇനി എന്നാ വരുന്നേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അടുത്ത ശനിയാഴ്ച വരും, അപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെരുമ്പാവൂര് വന്നാ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പുള്ളിയോടും പറഞ്ഞ് അപ്പം പറഞ്ഞു എന്നാ അടുത്ത ആഴ്ച വരുമ്പം കണ്ടേക്കാം എന്ന് പറഞ്ഞു. കണ്ടേക്കാന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ പോയി. ബുധനാഴ്ചയുടെ അന്ന് ശനിയാഴ്ച വരുമെന്ന് പറഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു ശനിയാഴ്ച വരുന്നില്ല, ഇനി ബുധനാഴ്ച വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയി ആരാധനയൊക്കെ കൂടി വെച്ച് വന്ന് ഇങ്ങനെ പോയി അവിടെ ചെന്ന് പെരുമ്പാവൂര് ചെന്നപ്പോ കാണാൻ പറ്റിയില്ല. അപ്പൊ അവിടെ റൂം എടുത്ത് കിടന്നിട്ട് അപ്പം പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. അപ്പം റൂം എടുക്കാൻ ചെന്നപ്പോ റൂം ഒരു തിരിക്കല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങള് ID കാർഡൊക്കെ എടുത്തോളൂന്ന് സാറ് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ എടുത്തോണ്ടാ പോയത്. അവിടെ ചെന്നപ്പം പറഞ്ഞു അതുകൊണ്ട് തരികയല്ല, പോലീസുകാർ സമ്മതിക്കുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ നമ്പറിങ് എഴുതാം, അവിടെ ചെന്ന കുടുംബമായിട്ട് വരുന്നവർക്ക് അവര് റൂം തരുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ റൂം തന്നു കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവനെ കാണാനായിട്ട് വിളിച്ചപ്പം പറഞ്ഞു ഞാൻ ആലുവായിലുണ്ടെന്ന് പറഞ്ഞു. ആലുവായ്ക്ക് പോകാനായിട്ട് പോയി. അവിടെ ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞു മേനകയിലാന്ന് പറഞ്ഞു. അങ്ങനെ മേനകയിൽ ചെന്നപ്പം അവൻ ഇറങ്ങി വന്ന് എവിടാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇറങ്ങി വന്ന് അവിടെ വന്ന് കഴിഞ്ഞ് വെച്ചിട്ട് വിളിച്ചോണ്ട് പോയി പുള്ളിക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഈ പാലും ചായ ഒന്നും കഴിക്കാല്ല, ഞാൻ പശുവിനെ കറക്കാതെ, അപ്പൊ അത് കാരണം ഞാൻ കുടിച്ചില്ല. പുള്ളിക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്തു. പോരാൻ നേരം 500 രൂപ വീതം രണ്ടുപേരുടെയും കയ്യിൽ തന്നേച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിലെ വരുമ്പോ വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണെങ്കിൽ പോകട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പുള്ളിക്ക് സ്നാനപ്പെടാൻ വരാൻ പറ്റിയല്ല. അപ്പം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ, രക്ഷിക്കപ്പെടണമല്ലോ. അപ്പൊ അതിന് സ്നാനപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി വന്നില്ല. ഞാൻ വരുമല്ലെന്നൊക്കെ പറഞ്ഞു. ഓ അതിനൊന്നും എന്നെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പം എന്റെ മൂത്ത ആങ്ങള പറഞ്ഞു സാറേ അവളെ ഇപ്പൊ സ്നാനപ്പെടുത്തണ്ട, പറഞ്ഞങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. കാരണം എന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് ഞാൻ അങ്ങനെ. അപ്പൊ എന്റെ വാശിപ്പുറത്ത് ഓടിച്ചെന്നു. വാശിപ്പുറത്ത് വന്നാലും സ്നാനപ്പെടുത്തി വിടണ്ട, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടുവാണ്, രക്ഷിക്കപ്പെട്ടെ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. ഇങ്ങനെ കൊച്ചു വിളിച്ച് എന്നോട് പറഞ്ഞു 1000 രൂപ ഞാന് പോസ്റ്റ് ഓഫീസിൽ വിട്ടിട്ടുണ്ട്, മണി ഓർഡർ അയച്ചിട്ടുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. അത് മേടിക്കാൻ പോകാനായിട്ട് വന്നപ്പം ഞാന് തെന്നി വീട് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വെച്ചുകൊണ്ടിരുന്നു. അപ്പം അന്നേരം മുതൽ പുള്ളി പറയാൻ തുടങ്ങി കാല് ശരിയായിരുന്നെങ്കിൽ നമുക്ക് പോയി സ്നാനപ്പെടാറുന്നല്ലേ എന്ന് പറയാൻ തുടങ്ങി. അന്നേരം അവര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്നേതായാലും പോയി ഞങ്ങള് സ്നാനപ്പെട്ടു. 2017 ഏപ്രിൽ മാസം 14-ാം തീയതി ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. എന്നിട്ട് അന്നേരം കയറി വരുമ്പം എന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു വെച്ച സ്നാനക്കടവിൽ നിന്ന് കയറി വരുമ്പോ ഒരു പാവവും ഇല്ലാതെയാ വരുന്നത്, നീ വാസയോഗ്യമായ ഒരു വീട് ആവശ്യപ്പെടണം. ഞാൻ 2 കാര്യമാണ് ചോദിച്ചത്. ഒന്ന്, എന്റെ മകൻ മാനസാന്തരപ്പെട്ട് വരണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ. കാരണം അവനെ ആർക്കും വേണ്ടാതെ എല്ലാരും തള്ളിക്കളഞ്ഞിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് അതെനിക്കൊരു തീരാ വേദനയാണ്. അവൻ അങ്ങനെ ഒരു വര വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് കഷ്ടവും ഞാൻ സഹിക്കുവാൻ, രക്ഷിക്കപ്പെട്ട് വരണം. പ്രാർത്ഥനയോട് നോക്കിയിരുന്നു. വീട് വേണമെന്ന് ആവശ്യപ്പെട്ടു ഉണ്ടായിരുന്ന വീടും കൂടെ ഒടിഞ്ഞു കുത്തി തലയിലോട്ട് ഇടണം. 6 മാസത്തോളം ഞങ്ങൾ പടുതാക്കീഴ കിടന്നു. അത് കഴിഞ്ഞ് പാസ്റ്ററും ചേച്ചിയൊക്കെ കൂടെ ഇരുന്ന് ഉപവാസം എടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഒരു വീട് തന്നു. ആ വീടിന് പണിയാൻ വന്നപ്പം പുള്ളി സഹകരിക്കുകയല്ല ഒന്നിനും. അപ്പം ഏതായാലും ദൈവം സഹായിച്ച് അപ്പൊ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു പാസ്റ്റർ വന്ന് വേണം ഇതിനൊന്ന് തറക്കല്ലിട്ട് തരാൻ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞു. സാറ് വന്നു, പ്രാർത്ഥിച്ച് തറക്കല്ലിട്ടു. ആൾക്കാരെയും കൂട്ടി വന്ന് കുറച്ച് കല്ലെല്ലാം പൊളിച്ച് അവിടെ പണിയാനും ഒക്കെ കൂട്ടി 2-3 പേർക്ക് കൂലിയൊക്കെ കൊടുത്തു. ഷീറ്റ് മേടിക്കാൻ കുറച്ച് പൈസയൊക്കെ തന്നു. അങ്ങനെയെല്ലാം ഒരു വീട് വെച്ചു. അങ്ങനെയായി. അത് കഴിഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ ഞാനിങ്ങനെ പോകും. അപ്പം പുള്ളി വിശ്വാസത്തിലോട്ട് വന്ന് സ്നാനപ്പെട്ടെങ്കിലും പുള്ളിക്ക് ഒരു ബോധ്യമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പഴയ ആ പാരമ്പര്യത്തിന്റെ കെട്ടുപാടൊന്നും വിടാതെ നടക്കുന്നതാ. അപ്പൊ അങ്ങനെയായി കഴിഞ്ഞ് ഏതായാലും പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെ അങ്ങ് പോയി. ആ അപ്പസ്തോലിക ചർച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വലിയ കൊച്ച് എന്ന് സ്നാനപ്പെടുന്നു അന്ന് ഞാൻ
ലോകത്ത് എവിടെയും പോയി ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞോളാന്ന് ദൈവം മുമ്പിൽ ഒരു തീരുമാനം എടുത്തു. അപ്പം ആദ്യം തീരുമാനം എടുത്തത് സത്യം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവെന്നാണ്. അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ കൊച്ചുങ്ങളൊക്കെ കത്തോലിക്കക്കാരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് പറ്റിയല്ല, അതങ്ങനെ പറയരുത്, മനുഷ്യന്റെ മുമ്പില്ല ദൈവം മുമ്പിൽ ആ തീരുമാനം എടുക്കുന്നതെന്നൊക്കെ ആങ്ങളെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി തന്നെ. അപ്പൊ എന്റെ ചേച്ചിയും വന്നേച്ചി പറഞ്ഞു, സ്വന്തം ഉപേക്ഷിച്ചില്ലേ നിന്റെ മോൻ ഒരു കാലം രക്ഷപ്പെടുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ രക്ഷപ്പെട്ടില്ലേലും ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ലെന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിനായിട്ട് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞെങ്കിലും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഈ രണ്ട് ആത്മാക്കളെ നേടിയെടുത്തു. അവൻ കഴിഞ്ഞ മാസം 13-ാം തീയതി, ഒക്ടോബർ 13-ാം തീയതി അവൻ സ്നാനപ്പെട്ടു. അത് ഗ്ലോബൽ മിഷനിലാണ് അവൻ പോകുന്നത്. ആ ചർച്ചില അവന് സ്നാനപ്പെട്ടു. അപ്പൊ ഞാൻ അമ്മാമയോട് പറഞ്ഞു, അമ്മാമേ എവിടെയെങ്കിലും പരസ്യയോഗം വെക്കുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കാൻ, ഞാൻ വന്നൊരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മാമ പാസ്റ്ററുടെ നമ്പറൊക്കെ എനിക്ക് ഇട്ട് തന്ന് ഞാൻ വിളിച്ചത്. അപ്പൊ അവൻ സ്നാനപ്പെട്ടു. ഇനി എനിക്ക് ഒരു കൊച്ചും കൂടെ ഉണ്ട്, അത് സ്നാനപ്പെട്ടില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്, അവര് സ്നാനപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ അവരും കൂടെ സ്നാനപ്പെട്ട് വരണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. അതാണ് വളരെയേറെ കഷ്ടപ്പാടിലൂടെ ഇത് ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന രക്ഷ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. എനിക്ക് സൗജന്യമായി കിട്ടിയതുകൊണ്ട് ഞാനും അറിയാവുന്നവരോടെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതിനായിട്ട് എനിക്ക് സമയം ഒരുക്കി തന്ന പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയ ആനന്ദവല്ലി സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങളെ കേൾക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയതായ ബാല്യകാലവും യൗവനകാലവും, ഈ അനുഭവങ്ങളിലൊക്കെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ, തകർന്നു പോകാതെ ദൈവം കരങ്ങളിൽ സൂക്ഷിച്ചു പരിപാലിച്ചു. അത് മാത്രമാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം. ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഒരുപക്ഷെങ്കിൽ ഇന്ന് സാധാരണ ഒരു ജീവിതം പോലും നയിക്കുവാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. ബാല്യത്തിലുണ്ടായിരുന്നതായ പല പിടിവാശികളും പിന്നത്തേതിലത് ഗുണമായി തീർന്നോ എന്ന് ഒരു പക്ഷെങ്കിൽ ചില സന്ദർഭങ്ങളിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു പക്ഷെങ്കിൽ നല്ലതിനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം സഹായിക്കട്ടെ. തകർച്ചയൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നത് ഒരു ഉയർച്ചയുടെ അനുഭവത്തിൽ വരുവാനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല, പണിതെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. നമ്മുടെ ജീവിതം തകർന്നു പോയി, ഉടഞ്ഞുപോയി എന്ന് തോന്നുന്നിടത്ത് നമ്മെ തേടി വരുന്ന, നമ്മെ പിടിച്ചു നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന, കരുതുന്ന കർത്താവിൻ്റെ സ്നേഹം ആനന്ദവല്ലി സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലോ. ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലും നിരാശയുടെയും പ്രതീക്ഷയില്ലാത്തതുമായ വാക്കുകളും ഒക്കെ കേട്ട സന്ദർഭങ്ങളിൽ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവശബ്ദത്തിലൂടെ കേട്ട് അതിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാനും ദൈവം സഹായിച്ചല്ലോ. ആകട്ടെ പ്രിയ ആനന്ദവല്ലി സിസ്റ്ററിനെയും കുടുംബത്തെയും ദൈവം പിന്നെയും കൃപാലുവായ ദൈവത്തിൻ്റെ മഹാകൃപ ധാരാളമായി ചൊരിഞ്ഞ് നിർത്തട്ടെ. മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കളെ, ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത ജീവിതാനുഭവങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ കണ്ണിന് മുൻപിൽ ഓരോ ദിവസവും കടന്നു പോകുന്നു. ആ വ്യക്തി ആരെന്നോ
എന്തെന്നോ എങ്ങനെയെന്നോ എങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ഒരു പക്ഷെങ്കിൽ നമുക്കറിയില്ലായിരിക്കാം. എത്രയോ ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന, തകർന്ന ജീവിതം നയിക്കുന്ന ചുറ്റുപാടിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ പ്രിയ ആനന്ദവല്ലി സിസ്റ്ററിനെ പോലെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ സമൂഹത്തിൽ മുൻനിരയിൽ വന്ന് ഒരു ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരെ മനസ്സിലാക്കുവാൻ, അല്ലെ അവരെ പോലെയുള്ള അനേക പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ, അവർക്ക് ആവശ്യമായിരിക്കുന്ന കൈത്താങ്ങൽ ഏതെല്ലാം മേഖലകളിൽ നിന്ന് കൊടുക്കുവാൻ കഴിയുമോ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഒരുപക്ഷെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ നാട്ടുകാരോ വീട്ടുകാരോ ഗവൺമെൻറ്റോ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള ധാരാളം സാധുക്കളായ ജനങ്ങളെ ഒരുപക്ഷെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരുടെ അടുക്കലേക്ക് ഏതെങ്കിലും വിധത്തിലൂടെ ചില മാധ്യമങ്ങൾ ഒരുക്കി അവരെ ദൈവം കരകയറ്റുവാൻ ആമേനിടയായിത്തീരും. പ്രിയ ആനന്ദവല്ലി സിസ്റ്ററിൻ്റെ ജീവിതാനുഭവം കേട്ട് ദൈവത്തെ ഞാൻ നന്ദി പറയുന്നു. പ്രിയ സഹോദരി ഇന്നും ധൈര്യത്തോടെ ഈ വാക്കുകൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ സമൂഹത്തിൽ ആമേൻ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന സാധുക്കളായ ഒരുപാട് ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുവാൻ, അവർക്കൊരാശ്വാസവാക്ക് പറയുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയുമോ? ഈ വാത്സല്യ സഹോദരിയുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നതായ ദൈവസ്നേഹത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നെ ചുറ്റുപാടുകളിൽ നാം നോക്കുമ്പോൾ സുവിശേഷം പറയുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും പണവും വലിയ പുൾപിറ്റും സ്റ്റേജും വലിയ അകമ്പടികളും വലിയ ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്ന നിലയിൽ പലരും അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ക്രിസ്തുയേശു സ്വർഗം വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമി പാപികളായി ദോഷികളായി നരകത്തിന് വിധിക്കപ്പെട്ടവരുടെ അടുക്കലേക്ക് ഈ താണലോകത്ത് ഇറങ്ങി വന്ന അനുഭവങ്ങളൊക്കെ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ജനിക്കുവാൻ, പിറന്നു വീഴുവാനൊരു ഇടമില്ലാതെ, കയറിക്കിടക്കുവാൻ ഒരു വീടില്ലാതെ, കഴിക്കുവാൻ ഒരു നേരത്തെ ആഹാരം പോലുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. തന്നെ ഭരമേൽപ്പിച്ചതായ ശുശ്രൂഷകൾ എല്ലാം പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവ് വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞല്ലോ. ആ കർത്താവ് കാണിച്ചു തന്ന ആ മാതൃക ഇന്നിൻ്റെ സുവിശേഷകർക്ക് കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവരെങ്കിലും സുവിശേഷ ദൗത്യവുമായി, സുവിശേഷത്തിൻ്റെ സ്നേഹവുമായി, സുവിശേഷത്തിൻ്റെ ദീപശിഖയുമായി ഇരുളിലിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ എഴുന്നേറ്റ് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും ആത്മഹത്യക്കും കുടുംബ സമാധാനമില്ലാതെ ജീവിതം തകർന്നടിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ കണ്ണിന് മുൻപിലുണ്ട്. അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ അടുക്കിലേക്ക് പോകുവാൻ ചിലരെ ദൈവം ഈ ദിവസങ്ങൾ അയക്കുന്ന സമയങ്ങളായി തീരട്ടെ. ഒരു നിമിഷം നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയാനന്ദവല്ലി സിസ്റ്റർ ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവെ, കർത്താവെ, സമയം കർത്താവെ അടിയിലായി സാക്ഷ്യത്തിനായി ഒരുക്കി തന്നിട്ടുണ്ട്. പ്രേക്ഷകരെ ഓർത്ത് കർത്താവെ സ്തോത്രം. കർത്താവെ അനേകർക്ക് പ്രചോദനമായി തീരുവാൻ, കർത്താവെ അനേകരെ വിജയിച്ചു കൊണ്ടുവരുവാൻ കുടുംബത്തെയും കർത്താവെ ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പ്രിയ ആനന്ദവല്ലി സിസ്റ്റർ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിനുണ്ട്. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന്
ക്രിയാസസിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമാറ്റിയുടെ ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമല്ലോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com